ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. എന്താ കാണാത്ത കാര്യം? നിത്യമായ കാര്യം. നിത്യമായ കാര്യത്തിൽ, നിത്യതയിൽ എന്താ സംഭവിച്ചത്? അവൻ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അല്ലേ? തെരഞ്ഞെടുത്തു. ഒന്നുകൂടെ പറയാം, എന്താ നിത്യതയിൽ സംഭവിച്ചത്? അവൻ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അവൻ ക്രൂശിൽ മരിച്ചപ്പോ വിശ്വാസമുണ്ടോ? വിശ്വസിച്ചേ, ഞാൻ മരിച്ചു. എത്ര പേര് മരിച്ചു? ഉറപ്പാണോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇനി അവൻ മരിച്ചപ്പോൾ ഞാനും മരിച്ചെങ്കിൽ അവൻ പുനരുത്ഥാനം പ്രാപിച്ചപ്പോൾ ഞാനും പുനരുത്ഥാനം പ്രാപിച്ചു. അങ്ങനെയാണെങ്കിൽ നാം യേശുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടാൽ അവൻ്റെ പുനരുത്ഥാനത്തോടും അനുരൂപപ്പെടും. അപ്പോൾ വിശ്വാസത്തിൻ്റെ റിസൾട്ട്, ഇതൊരു വലിയ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതല്ല നമ്മളിവിടെ വന്നേക്കുന്നത് ഇതുവരെ. എബ്രഹാമിൻ്റെ ഫെയ്ത്ത് അല്ലേ, അതിനുശേഷം നമ്മളെന്താ പറഞ്ഞത്? അതേ ഫെയ്ത്ത് നമ്മളിലേക്ക് വരുമ്പം ഒരു ആഡഡ് കാര്യമുണ്ട്, ആത്മാവിൻ്റെ സപ്ലിമെൻ്റ് ഉണ്ട്. നമുക്ക് ആത്മാവിൽ അത് കാണാം, നിത്യതയെ കാണാം അല്ലേ. അപ്പം നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അബ്രഹാമിന് അത് വെളിപ്പാടായിട്ടല്ല, നിഴലായിട്ട് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമുക്ക് വാഗ്ദത്തങ്ങൾ, ക്രിസ്തുവിലൂടെ സ്ഥാപിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതേ വിശ്വാസം എക്സസൈസ് ചെയ്യുമ്പം നമ്മളിൽ ജീവിക്കുന്നത് ഞാനല്ല, പിന്നെയോ. അപ്പോൾ വിശ്വാസം നമുക്ക് ആരെയാണ് നേടിത്തരുന്നത്? ക്രിസ്തുവിനെ. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. അതാ ഫെയ്ത്ത്. ഗലാത്യലേഖനം 2:20 വായിച്ചു നോക്കിയാൽ. ഗലാത്യലേഖനം 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. വിശ്വാസം ഉണ്ടോ? ഇന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പം മനസ്സിൽ പറഞ്ഞേ, വിശ്വസിച്ചേ, ഞാനല്ല, ക്രിസ്തു അത്രേ. എന്ത് വ്യത്യാസമായിരിക്കും. നിങ്ങളുടെ പിള്ളേർ അന്തം വിട്ടു പോകും. ഇതെന്തായി സംഭവിച്ചു? ഇത്രയും നേരം വഴക്കുണ്ട്, ഭർത്താവ് ഭയങ്കര അടിയും ബഹളമായിരുന്നു വിചാരിച്ചോ. ഭാര്യ എന്നും തിരിച്ച് സംസാരിക്കുമായിരുന്നു, ഇന്നും മിണ്ടുന്നില്ല. എന്താ കാര്യം? ചത്തുപോയി, ഡെഡ്. ആരുടെ കൂടെ? ക്രിസ്തുവിൻ്റെ കൂടെ. എന്ത് രസമാണെന്ന് അറിയാം മരണം അനുഭവിക്കാൻ. ആൾക്കാർ എന്ത് ബഹളം വെച്ചാലും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താ? ചത്തുപോയി. അഭിനയിക്കരുത് കേട്ടോ, ഭയങ്കര അപകടമാണ്. ഈ മരണം അഭിനയിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു മണ്ടത്തരമില്ല. മരണം അഭിനയിച്ച് എന്താ സംഭവിക്കുന്നത് പറയട്ടെ? ഭയങ്കര കൗണ്ടർ ഫോഴ്സായി മരണം അഭിനയിക്കുന്നതിന്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ ഭയങ്കരമായിട്ട് ചൂടാവുമെന്ന് വെച്ചോ. ഭർത്താവ് അഭിനയിക്കുക, അവൾ ഇത്രയും പ്രസംഗം കേട്ടിട്ടും ചത്തിട്ടില്ല, ഞാൻ ചത്തു. ഈ ചത്തെങ്കിൽ ശരിക്കും അവൾ ചത്തിട്ടില്ല എന്ന് തോന്നുമോ? ചത്ത ആൾക്ക് തോന്നൂലല്ലോ, തോന്നില്ല. അപ്പോൾ അവൾ ചത്തിട്ടില്ല എന്ന് തോന്നാൻ കാരണം എന്താ? ഇയാൾ ചത്തിട്ടില്ല. അപ്പം ചത്തു എന്ന് അഭിനയിച്ചുകൊണ്ട് കുറേ നേരത്തേക്ക് പുള്ളി വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല, നല്ല ശാന്തമായിട്ടിരിക്കുക. ഭാര്യ കുറേ കഴിഞ്ഞപ്പോൾ ഭാര്യ അടിയൊക്കെ ഉണ്ടാക്കി പോയി മാനസാന്തരപ്പെട്ടു. ഓ എൻ്റെ കർത്താവേ, ഞാൻ ചത്തില്ലല്ലോ. അതാണ് എല്ലാവരുടെ സങ്കടം. ആരും ഈ ക്രൂശ് വരുമ്പം അവിടെ മരിക്കില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ മരിക്കാൻ നോക്കിയാൽ മരിക്കാൻ പറ്റുമോ? ക്രൂശില്ലാതെ മരിക്കാൻ പറ്റുമോ? മനസ്സിലായോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീരുമാനം എടുക്കും, കർത്താവെ മരിക്കാൻ സഹായിക്കണേ, നിന്റെ കൂടെ മരിക്കാൻ സഹായിക്കും. പക്ഷെ ക്രൂശ് വരുമ്പോൾ നമ്മൾ മരിക്കില്ല, കയറില്ല അതിൽ. അത് പോകാൻ വേണ്ടി ഉപവാസം എടുക്കും, അല്ലെ 2 ചീത്ത പറഞ്ഞാൽ ക്രൂശിന് ഓടിക്കും. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് പ്രാർത്ഥിക്കായിരിക്കും, പറയും കർത്താവെ എന്നെ മരിപ്പിക്കണം. അപ്പം കർത്താവ് ഞാൻ ക്രൂശ് വന്നപ്പം അന്നേരം കയറാൻ പറ്റില്ല, അന്നേരം തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് നമ്മുടെ പ്രോബ്ലം. അതുകൊണ്ട് ഒരിക്കലും മരിക്കുന്നില്ല. മരിക്കാത്തതിൻ്റെ കാരണം എന്താ? ഈ ക്രൂശിൽ കയറില്ല. ക്രൂശെല്ലാം പോയി കഴിയുമ്പോൾ പറയും കർത്താവ് അടുത്ത പ്രാവശ്യം നീ എന്നെ മരിക്കും. അങ്ങനെ ചുമ്മാ ഇരുന്ന് മരിക്കാൻ പറ്റില്ല. അതായത് കർത്താവ് പറഞ്ഞ് നീ മരിക്കണേ, എന്ത് ചെയ്യണം? നിന്റെ ക്രൂശ് കൊടുത്തോണ്ട് എൻ്റെ പിന്നാലെ. അപ്പോൾ ഓരോ ക്രൂശ് വരുമ്പോൾ ക്രൂശ് വരുമ്പം മരിക്കണം. അത് 2 പ്രാവശ്യം അങ്ങനെ മരിച്ചാൽ അതൊരു ശീലമാവും. കാരണം ഈ ക്രൂസ് എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് മരിക്കാനുള്ള ഇൻസ്ട്രുമെൻ്റാണ്, അല്ല കഴുത്ത് തൂക്കിയിട്ടുണ്ട് നടക്കാനുള്ള ഇൻസ്ട്രുമെൻ്റ് അല്ല. നമുക്ക് നേരത്തെ അറിയാം, അത് കൊല്ലാനുള്ള ഇൻസ്ട്രുമെൻ്റാണ്. നമ്മുടെ ഈ പഴയ ജഡത്തിൻ്റെ മരണം അനുഭവിക്കണമെങ്കിൽ ഓരോ ക്രൂശിലും ആ പോയിന്റിൽ നമ്മൾ മരിക്കണം. നമ്മൾ പലപ്പോഴും മരിക്കുന്നത് നമ്മുടെ ഡിസിഷനിലാണ്. ഈ ഡിസിഷൻ എടുത്ത് ആരെങ്കിലും ഇന്ന് ഒരു ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? ചത്തിട്ടുണ്ടോ? ഡിസിഷൻ എടുത്ത്, ചുമ്മാ ഡിസിഷൻ എടുത്ത് ഇല്ല. ആ ക്രൂശിലോ അല്ല എന്തിനെങ്കിലും വയ്യാവേലി വലിഞ്ഞ് കയറിയാലേ ആത്മഹത്യ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കുക എന്ന് പറയുന്നത് there has to be an instrument and that instrument is the cross. സൗണ്ട് ഉണ്ട്. ഓക്കെ, ഇത് കൊള്ളാം. ഓക്കെ, അപ്പോൾ അവൻ്റെ കൂടെ മരിക്കുക, അതാ ഫെയ്ത്ത് നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താ പറയുക? ഐ ഡൈ വിത്ത് ഹിം. അതാണ്. ആ മരണത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരിശ്രമിക്കുന്നു, അതോടെ തീരും. നന്നാകാൻ ട്രൈ ചെയ്യാറുണ്ടോ? നിങ്ങൾ നന്നാവാൻ ട്രൈ ചെയ്യാറുണ്ടോ? എന്നാൽ നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ നന്നാവൂല എന്ന്, പിന്നെ എന്തിനാ വെറുതെ ട്രൈ ചെയ്യുന്നത്? ഞങ്ങളുടെ ചർച്ചിലെ ഒരു എൽഡറാണ്, അദ്ദേഹത്തിന് ഒരു ചെറിയ
കഴിഞ്ഞ സൺഡേ പറഞ്ഞ സാക്ഷ്യം എൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ട് ഫോണിനകത്ത്. അദ്ദേഹം പറയാണ് എത്രയോ നാൾ നന്നാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, നന്നാകുന്നില്ല. എത്രയോ പ്രാവശ്യം മരിക്കാൻ വേണ്ടി പാഞ്ഞു കിടക്കുമായിരുന്നു. പറഞ്ഞാൽ അങ്ങനെ മരിക്കാനല്ല കേട്ടോ, ക്രൂശിൽ മരണത്തിൻ്റെ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി പാഞ്ഞു കിടക്കുമായിരുന്നു, കിട്ടുന്നില്ല. അവസാനം അദ്ദേഹം മക്കളുടെ മുമ്പിൽ തോറ്റുപോയി. മക്കളുമായിട്ട് സമാധാനം ഉണ്ടാകുന്നില്ല. നല്ല സ്നേഹമായിട്ട് ജീവിച്ചിരുന്ന കുടുംബമാണ്, ദൈവം ഇളക്കുന്നതാണ്. അപ്പം അപ്പം പറയുന്നത് മക്ക്ക് മനസ്സിലാകുന്നില്ല. അപ്പം തോറ്റു. അപ്പം പറഞ്ഞു, കർത്താവേ എൻ്റെ കുഴപ്പമാണ്, ഞാൻ നന്നാകുന്നില്ല, ഞാൻ നന്നാകുകയുമില്ല, അതുകൊണ്ട് എൻ്റെ പിടി ഞാൻ വിടുന്നു, നീ എന്നെ നന്നാക്കിക്കൂ എന്ന് പറഞ്ഞ ഒരൊറ്റ വിടലായിരുന്നു. അന്ന് പുള്ളി പറയാണ്, ഭയങ്കര ഒരു സമാധാനം, അവൻ്റെ പ്രവൃത്തി എൻ്റെ ഉള്ളിൽ കാണാൻ തുടങ്ങി. ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം ഞാൻ തോക്കുക, കൗണ്ടർ ഫോഴ്സാണ്. ഈ അഭിനയിക്കുന്ന ആൾക്കുണ്ടല്ലോ, മരിച്ചു അഭിനയിക്കുന്ന ആൾക്ക് ഭയങ്കര കൗണ്ടർ ഫോഴ്സാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ മക്കളെ നോക്കിയപ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവാണ്. ഞാനല്ല പരിശ്രമിക്കുന്നത്, ഞാൻ ആ പരിശ്രമവും കൂടെ കർത്താവിൻ്റെ കൊടുത്തു. നീ എന്നെ നന്നാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ മരിച്ചു, എല്ലാത്തിനും എൻ്റെ പ്രവർത്തനങ്ങളോട് ഞാൻ മരിച്ചു. ജോർജ് മുള്ളർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പണ്ട്. ജോർജ് മുള്ളർ പറഞ്ഞ, ഞാൻ ജയിക്കാനുള്ള ഏക കാരണം ഞാൻ മരിച്ചതാണ്. അത് പറയുന്നു, ഒരു ദിവസം ഉണ്ടായിരുന്നു ഞാൻ ഇനി മരണം അനുഭവിച്ച ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇനി എനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ ഒരു പോയിന്റ്, അവിടെ ഞാൻ മരിച്ചു. കർത്താവിന് പറഞ്ഞു, കർത്താവേ ഇന്ന് മുതൽ ജോർജ് മുള്ളർ ഇല്ല. ജോർജ് മുള്ളറിൻ്റെ ആഗ്രഹങ്ങളോടെല്ലാം മരിച്ചു, എല്ലാത്തിനോടും മരിച്ചു. ഇനി നീ ജീവിച്ചാൽ മതി, നീ നടത്തിയാൽ മതി, എങ്ങനെ നടത്തിയാലും കുഴപ്പമില്ല. ഐ അബാൻഡൺ ദിസ് ഫൈറ്റ് ആൻഡ് ഗിവ് ഇറ്റ് അപ്പ് ടു ദ ലോഡ്. ഞാൻ കർത്താവിനത് വിട്ടുകൊടുത്തു. മനസ്സിലാകുന്നുണ്ട്? നമുക്ക് ആദ്യമൊന്നും അത് പറ്റിയല്ല. നമ്മൾ ആ തോൽവിയിൽ നമ്മൾ മുട്ടുകുത്തുന്നൊരു സമയമുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. അന്നേരം പറയാം, എന്നെ നന്നാക്കാൻ വേണ്ടി കേട്ടോ. ഞാൻ പറയാം, കർത്താവ് നിനക്ക് മാത്രം എന്നെ നന്നാക്കാൻ പറ്റുള്ളൂ, ഞാനിതാ എന്നെ നന്നാക്കുന്ന പണിയും കൂടെ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ തോന്നിയോളം നടക്കുമല്ല കേട്ടോ. ഞാൻ ആ മരണത്തിൽ വിശ്വസിക്കുക. ഐ ഡൈഡ് വിത്ത് ഹിം. വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതാ കർത്താവ് പറയുന്നത്, ബിലീവ് ഇൻ ഹിം. രക്ഷകനിൽ വിശ്വസിക്കുക. അവന് നിങ്ങളെ മാറ്റാൻ പറ്റുമോ? പറ്റും. നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. അവിടെ എൻ്റെ ട്രസ്റ്റ്, എൻ്റെ വിശ്വാസം എന്നിൽ നിന്ന് മാറി രക്ഷകന്റെ കഴിവിലേക്ക് പോവുക. അതാണ് ഫെയ്ത്തിൻ്റെ ആങ്കർ. ആങ്കർ എന്ന് പറഞ്ഞാൽ അറിയോ? ഹാങ്ങർ അല്ല, ആങ്കർ. ആങ്കർ എവിടെ? എന്തിനു വേണ്ടിയുള്ളതാണ്? ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ ഫെയ്ത്തിൻ്റെ ആങ്കർ നമ്മൾ എറിയുന്നത് നമ്മുടെ കഴിവിലേക്കോ നമ്മുടെ ഭക്തിയിലേക്കോ നമ്മുടെ നാളത്തെ പരിശ്രമത്തിലേക്കോ ഒന്നുമല്ല, നമ്മൾ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിങ്കിലേക്ക് എറിയുന്ന ആ ആങ്കറിനെയാണ് നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എത്രയൊക്കെ മനസ്സിലായത്? ഓക്കെ, വി ഡൈ ടു എവറിത്തിങ്. ഇതൊരു വലിയ ഫെയ്ത്താണ്. അപ്പോൾ വിശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഐ ഡൈഡ്, നൗ ഹൂ ഈസ് ലിവിങ്? ക്രൈസ്റ്റ് ഈസ് ലിവിങ്. വിശ്വസിച്ച് നോക്കിയേ, ഞാനല്ല ക്രിസ്തു അത്ര. ഇത് ചുമ്മാ വിശ്വസിക്കുന്നതല്ല കേട്ടോ. ചുമ്മാ വിശ്വസിച്ചാൽ അതൊരു അഭിനയം ആവുള്ളൂ. ഈ അഭിനയത്തിൻ്റെ പ്രോബ്ലം അത് തിരിച്ചടിക്കും, ഭയങ്കരമായിട്ട് തിരിച്ചടിക്കും. ഇപ്പോൾ ഭർത്താവ് ആദ്യത്തെ പ്രാവശ്യം ചത്തു, ഭാര്യ കുറേ വഴക്കുണ്ടാക്കി, ഭർത്താവ് മിണ്ടിയില്ല, ചത്തിരിക്കുമായിരുന്നു. ഭാര്യ വിചാരിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ഭർത്താവ് എത്ര നന്നായി ആ പ്രസംഗം കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചു. കുറേ നേരം കഴിഞ്ഞ് പിന്നെ വഴക്കുണ്ടായി. ഭാര്യ ആ സമയത്തും ചൂടായി, ഭർത്താവ് അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. ഭർത്താവ് ശരിക്കും നന്നായി കാണുമായിരിക്കും അല്ലേ? 5 പ്രാവശ്യമായി കഴിഞ്ഞപ്പം ഭർത്താവിൻ്റെ കൺട്രോൾ പോയി. പുള്ളി കുറേ നേരമായി അഭിനയിക്കുന്നു, മരിച്ചു. പുള്ളി തിരിച്ച് എഴുന്നേറ്റ് വന്നിട്ട് ആദ്യത്തെ പ്രാവശ്യം തൊട്ട് ഉള്ള കണക്കാണ് തിരിച്ചു കൊടുക്കുന്നത്. നീ അന്ന് പറഞ്ഞത്, ഞാൻ നന്നാകാൻ ശ്രമിക്കുമ്പോൾ, കണ്ടോ ആരാ ശ്രമിച്ചത്? ചത്തില്ല, പിന്നെ എന്ത് ചെയ്യുമായിരുന്നു? നന്നാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാം കൂടെ പൊളിയും. നിങ്ങൾക്കറിയാമോ അത്? ഈ ഒരു മനുഷ്യൻ ചൂടായാൽ ആ ദേശം മുഴുവൻ പൊളിയുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളത് ശരിക്കും ഏതോ ആരാ അത് പറഞ്ഞു, ഓസ്വാൾഡ് ചേമ്പേഴ്സ് ആണെന്ന് അറിയത്തില്ല, ഏതോ ഒരു ദൈവദാസൻ, അതന്നെ ഓസ്വാൾഡ് ചേമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഈ സപ്രസ് ചെയ്യുന്ന കോപങ്ങളെല്ലാം കൂടെ അവസാനം പൊട്ടിത്തെറിക്കുമ്പം കുറേ നാളായിട്ട് ടോയ്ലറ്റിൽ പോകാതിരുന്നിട്ട് പോകുന്ന ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം യൂട്യൂബിലൂടെ പോകുമല്ലോ എന്നുള്ള ഓർത്തിട്ട്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. ഞങ്ങളൊരു 70-75 വയസ്സുള്ള ഒരാൾ ഇച്ചിരി സീരിയസ് ആയിട്ട് കിടപ്പാണ്. അപ്പോൾ ഞാനൊരു സഹോദരനുണ്ട് ഇദ്ദേഹത്തെ നോക്കുന്നത്. 10-15 ദിവസം നോക്കി. പുള്ളി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലോട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് തീരാറായ അവസ്ഥയിലെന്ന് ഡോക്ടർമാർ പറയുന്നത്. പക്ഷെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇതുവരെ പുള്ളി ടോയ്ലറ്റിൽ പോയിട്ടില്ല. ഈ 15-20 ദിവസമായിട്ടും പുള്ളി വിസർജനം നടത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങളത് വലിയൊരു ആശ്വാസമായിട്ട് ഇരിക്കുവാണ്. അന്നേരമാണ് ഇതെല്ലാം കൂടെ ഒരു സംഭവം സംഭവിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. ഞാനൊരു സഹോദരൻ ഓങ്കോളിലാട്ടോ, ഇവിടെ അല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല, ദേശം മുഴുവൻ വൃത്തികേടായിട്ടിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്,
നിങ്ങൾ അവിടുത്തെ അറ്റൻഡറിന് ഒരു 300 കൊടുത്ത് അയാൾ ചെയ്തു തരും. ഞാൻ പറഞ്ഞു ഓക്കെ, അറ്റൻഡർ വിളിച്ചു. അറ്റൻഡർ ഓക്കെ 300 രൂപ എന്നാന്ന് പറഞ്ഞു. 300 രൂപ എടുത്ത് കൊടുത്തു. അയാളോട് വന്നിട്ട് പറയാം, കണ്ടിട്ട് പറയാം, ഇത് കാരണം ഈ ബ്ലഡാണ് പോയത് അകത്തുനിന്ന്, ബ്ലഡ് ബ്ലാക്ക് ടാറാ, കാരണം അകത്തെ ലാസ്റ്റ് സ്റ്റൂൾസ് എന്ന് പറഞ്ഞ പോലെ ഇത് പോകുന്നത് ഒത്തിരി ഉണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് 600 രൂപ തന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം പുള്ളി വിചാരിച്ചതിൻ്റെ കൺട്രോളിന് വെളിയിലായിരുന്നു. ഞങ്ങൾ എല്ലാം തപ്പി നോക്കിയിട്ടും ഈ 300 രൂപയ്ക്കുള്ള 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന് സഹോദരൻ പറഞ്ഞു, എന്താ നമ്മുടെ പൈസ ഇല്ലാത്തതെന്നറിയോ? ഇല്ല, നമ്മളോട് ഇത് ചെയ്യാൻ ദൈവം പറയും, നമുക്ക് കുത്തിയിരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് ആദ്യമായിട്ട് ഇതിൻ്റെ വേദന മനസ്സിലാകുന്നത്. കാരണം ദേഷ്യപ്പെടാതിരുന്ന് ദേഷ്യപ്പെട്ടാൽ അവസാനം ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് പോകും. ശരിക്കും മരിച്ചവൻ അങ്ങനെ ഒരിക്കലും ഒരവസ്ഥയിലേക്ക് വരുന്നില്ല. ഹി ഡൈസ് റിയലി, ഹി എൻജോയ്സ് ഇറ്റ്. ആ മരണത്തെ അവൻ ആസ്വദിക്കുക കർത്താവിൻ്റെ കൂടെ. കാരണം ഒരു പെയിൻ ഇല്ല കേട്ടോ, ആ മരണത്തിന് ഒരു പെയിനും ഇല്ല. പെയിൻ എന്തിയേ? യേശുവിൻ്റെ കൂടെ മരിച്ച കർത്താവ് അതിൻ്റെ പെയിൻ വഹിക്കുന്നത്. കർത്താവ് വന്ന നൊന്ത് അലറുന്ന അലർച്ച കരച്ചിൽ ശരിക്കും എൻ്റെ വേദനയായിരുന്നു. ഞാൻ മരിക്കുമ്പോൾ എനിക്ക് വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ പകരക്കാരനായ കർത്താവ് അത്രയും വേദന എനിക്ക് വേണ്ടി സഹിച്ചത്. ഇന്ന് കർത്താവിൻ്റെ കൂടെ ഞാൻ മരിച്ചു എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് ഇറ്റ് ഗീവ്സ് എ സോ മച്ച് ഓഫ് ജോയ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1 point where you die on the cross, അത് കർത്താവിൻ്റെ കൂടെയുള്ള മരണമാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇരച്ചു വരുന്ന ഒരു പ്രതിസന്ധിയിലും യു വിൽ ബി റിജോയ്സിങ്. കാരണം അതും കർത്താവിൻ്റെ പ്രോമിസാണ് അല്ലേ, ഞാൻ എൻ്റെ സന്തോഷം നിങ്ങൾക്ക് തരുന്നു. നിങ്ങളെ ശരിക്കും വിശ്വാസത്തിൽ നിന്ന് ആത്മാവിൽ ഇത് അനുഭവിച്ചിട്ട് ഒരു പ്രലോഭനത്തിന് മുമ്പിൽ അങ്ങ് മരിച്ചു നോക്കി, വിശ്വസിച്ച് നോക്കി. മരിച്ചത് ഓൾറെഡി കഴിഞ്ഞതാ, വിശ്വസിച്ചാൽ മതി അല്ലേ, വിശ്വസിച്ച് നോക്കി, ഞാൻ മരിച്ചതല്ലേ കർത്താവിൻ്റെ കൂടെ എന്ന് ചിന്തിച്ച് നോക്കി. അത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി തരും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതിനെയാണ് നമ്മൾ ആത്മസന്തോഷം എന്ന് പറയുന്നത്. ദറ്റ് ജോയ് ഇൻ ദ സ്പിരിറ്റ്. അത് വരുന്നത് ക്രിസ്തുവിൻ്റെ പങ്കാളിത്തത്തിൽ നിന്നാണത് വരുന്നത്. ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ദ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു നമുക്ക് പങ്കുവെച്ച് തരുന്ന ധനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ധനമാണ് അവൻ്റെ സന്തോഷം. അവൻ നമുക്ക് തന്നിട്ട് പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എങ്ങനെ പാപത്തെ ജയിക്കാം? ബൈ ഐഡൻറ്റിഫൈയിങ് വിത്ത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ, ഇതാണ് ഫെയ്ത്ത്. ഈ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അതും ഇത് മേടിച്ചുകൊണ്ട് വരുന്ന സാധനമല്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം സാധിക്കുന്നതല്ല, ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പകരക്കാരനാക്കി മാറ്റുന്നതാണ് ഫെയ്ത്ത്. അവൻ എനിക്ക് പകരമാകുമ്പം ഞാൻ അവനും പകരമാവും. വെൻ ഹീ ഈസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട്, ഐ ആം ഹിസ് സബ്സ്റ്റിറ്റ്യൂട്ട്. യേശുവാണ് എനിക്ക് പകരം സംസാരിക്കുന്നതെങ്കിൽ അവന് പകരമല്ല ഞാൻ നിൽക്കുന്നത്, തിരിച്ചും മറിച്ച് ശരിയല്ലേ അത്? മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് പകരം ക്രിസ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ക്രിസ്തുവിന് പകരം ഞാൻ. അവൻ്റെ ജീവൻ തന്നെയാണ് എൻ്റെ രക്ഷ, അവൻ്റെ ജീവനാണ് എന്നെ രക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഈ ഫെയ്ത്തിലാണ് നമ്മൾ ഈ ജീവൻ്റെ എല്ലാ സന്തോഷങ്ങളിലേക്കും കടന്നു പോകുന്നത്. അപ്പോൾ എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. വി സി എ പ്രെയർ ദേർ. നമുക്ക് നോക്കാം. എഫെസ്യ ലേഖനം 3:17 എന്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയെന്ന് നമുക്ക് നോക്കാം. ക്രിസ്തു വിശ്വാസത്താൽ എന്നല്ല, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന്. 3:17 നിങ്ങൾ വായിക്കുന്നത്. ഞാൻ 1:17 പറഞ്ഞത് ആണോ? 1 പറഞ്ഞേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 3 പറഞ്ഞത്. സോറി, 1:17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും. കണ്ടോ? അപ്പൊ നമുക്കെല്ലാം എന്തു വേണം? ജ്ഞാനവും വെളിപ്പാടും വേണം. അതെങ്ങനെ വേണം? ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വേണം. ദൈവത്തിന്റെ പരിജ്ഞാനം എന്താണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞ്, എൻ്റെ സ്ഥാനത്ത് ക്രിസ്തു ആണെങ്കിൽ എങ്ങനെ ജീവിക്കും? അതെങ്ങനെ വരണം? വെളിപ്പാടായിട്ട് വരണം. മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥിക്കുക. പൗലോസ് ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? എഫെസോസിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ മക്കൾക്ക് എന്തു കൊടുക്കണം? ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ ജീവിക്കാൻ ആവശ്യമായ വെളിപ്പാട് നൽകണം. ഈ വെളിപ്പാടാണ് നമ്മളെ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് കുറച്ച് പുറകോട്ട് വരാം. 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കോ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പൊ നമുക്ക് അവന്റെ രക്തത്താൽ എന്തുണ്ട്? അതിക്രമങ്ങളുടെ മോചനമെന്ന. നമ്മൾ വിചാരിക്കുന്ന ഈ പാപത്തിന്റെ ശുദ്ധീകരണം അല്ല കേട്ടോ, അതിക്രമങ്ങളിൽ നിന്നുള്ള മോചനമാണ്. അടുത്ത വാക്യം നോക്കി, അതെന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം
സകല ജ്ഞാനവും വിവേകവും. അതിനെ പരിജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം ആൻഡ് വിവേകം, ദാറ്റ്സ് കോൾഡ് പരിജ്ഞാനം. നോളജ് ആൻഡ് വിസ്ഡം. ഓക്കെ, ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. എന്ത് നൽകിയിരിക്കുന്നു? ഈ അതിക്രമങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നമുക്ക് എങ്ങനെ തന്നിരിക്കുന്നത്? സകല ജ്ഞാനവും. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഞാനൊരു ദിവസം, എനിക്കൊന്ന് 2 വർഷം മുമ്പ്, 2-2.5 വർഷമായിക്കാണ്, ഞാൻ കാർ ഓടിച്ചുകൊണ്ട് പോവാണ്. ഇപ്പോൾ കോട്ടയത്തിനടുത്ത് ഞാലിയാകുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാലിയാകുഴി എന്ന് പറഞ്ഞൊരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ ഞാൻ കൊണ്ട് കാർ നിർത്തി. ഭയങ്കര ട്രാഫിക്ക്. വണ്ടി നിർത്തിയേക്കുക. അപ്പോൾ പുറകെ കൂടി ഒരു ബൈക്ക് വന്നു, ഒരു സൂപ്പർ ബൈക്ക്. സൂപ്പർ ബൈക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ല, ഇങ്ങനെ ബാക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ടൈപ്പ് ബൈക്ക് ഉണ്ടല്ലോ, അല്ലേ? ഇവിടെയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇത് വന്ന് എൻ്റെ കാറിൻ്റെ ബാക്കിലോട്ട് ഒരൊറ്റ ഇടി ഇടിച്ചു. ടപ്പെന്ന് കിട്ടും. നിൽക്കുമോ വണ്ടി. 2 സൈഡിലും ഇതിൻ്റെ ബമ്പർ ബൾജൗട്ടായി, വെള്ളിലോട്ട് കാണാം. അപ്പോൾ വിൻഡോയിലോട്ട് നോക്കുമ്പോൾ എനിക്ക് കാണാം 2 ഈ ബമ്പർ വെള്ളിലോട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ബൈക്ക് കൊണ്ടുവന്ന് എൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തി. ഇപ്പം പാരലായിട്ട് നിർത്തിയേക്കുക. ഞാൻ വിൻഡോ താഴ്ത്തി. എന്നിട്ട് അയാളോട് ചോദിച്ചു, എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ബ്രേക്ക് കിട്ടിയില്ല സാറേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, 2 ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ചിട്ട് അതിൻ്റെ കൂടെ ബ്രേക്ക് കിട്ടിയില്ലായിരുന്നു എന്ന് ചോദിച്ചു. പെട്ടെന്ന് വരുന്ന ബുദ്ധിയാണ് ഇത്. ജഡത്തിൽ നിന്ന് വന്നാണോ ആത്മാവിൽ നിന്ന് വന്നാണോ? പറ. ജഡം. അപ്പം അവനാകെ വേർത്തു. കാരണം മുമ്പിലെ വണ്ടി പോയാലേ അവനും പോകാൻ പറ്റുള്ളൂ, എല്ലാം നിൽക്കുമോ. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഈ അതിക്രമമാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്, അല്ലേ? പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഈ ജ്ഞാനവും വിവേകവും എന്ന് പറയുന്ന സാധനം കർത്താവ് ഒരു അകത്തേക്ക് ഇങ്ങനെ തന്നു. അത് ആത്മാവിൽ നമുക്ക് ലഭിക്കും, നമുക്ക് മനസ്സിലാവും. ഉടനെ എൻ്റെ ദൃഷ്ടി മാറി. ഞാൻ അവനെക്കുറിച്ച് ആലോചിക്കും, എൻ്റെ ദൈവമേ, എൻ്റെ വണ്ടിക്ക് ഒരു 7000 രൂപ പോക്കായി. പക്ഷേ ആ 7000 രൂപയേക്കാൾ എത്രയോ വിലയേറിയ ആത്മാവാണ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ കർത്താവ് എൻ്റെ സ്ഥാനത്തെങ്കിൽ ഈ വണ്ടിയുടെ ബമ്പർ നോക്കുമോ? അവനെ നോക്കുമോ? എന്ത് നോക്കും? അവനെ നോക്കുള്ളൂ, അല്ലേ? പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആ കർത്താവായിരുന്നെങ്കിലെന്ന് ഭയങ്കര സന്തോഷമായി. ഇന്ന് നിങ്ങളോട് ഇത്ര സന്തോഷമായിട്ട് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? അത് ആ ഒരു സമയത്ത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് വിശ്വസിക്കുമ്പം നമുക്കുണ്ടാകുന്ന ആനന്ദം എന്നാ പറയാം. ഞാൻ അവനെ നോക്കിയിട്ടൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, കൈ വിഷിട്ട് പൊക്കളം പറഞ്ഞു. അവൻ അന്തം വിട്ട് പോയി. പൊയ്ക്കോ, സാരമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വണ്ടി പോവുകയും ചെയ്തു. അവൻ തിരിച്ച് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കും പോയി. വിൻഡോയൊക്കെ നോക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ അത് ചത്താണ്. നമ്മൾ എത്ര വിഷമം വന്നാലും നമ്മൾ അതിനോട് മരിച്ചതാണ്. അപ്പോൾ ഓക്കെ ആയല്ലേ ഞാൻ? ഇപ്പം എങ്ങനെയുണ്ട്? ഫൈൻ. ഇതിനെയാണ് നമ്മൾ ഈ വിവേകം ആ തക്ക സമയത്ത് അതിക്രമങ്ങളിൽ നമ്മളെ രക്ഷിക്കാൻ പരിജ്ഞാനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നടത്തുന്നത്. അല്ലാതെ അവിടെ എന്ത് പ്രവർത്തിക്കാൻ? ഒന്നും പ്രവർത്തിക്കാനില്ല. അവിടെ ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? വി ആർ ലിവിങ് ബൈ ഫെയ്ത്ത് ടു ഓവർകം ദാറ്റ് സിൻ. പക്ഷെ അതുകൊണ്ട് ഞാൻ നന്നായൊന്നുമില്ല കേട്ടോ. ഒന്നൊന്നര വർഷം കഴിഞ്ഞപ്പം കൊച്ചിയിൽ വെച്ച് വണ്ടിയിൽ ഇങ്ങനെ പോവാണ്. ഇതുപോലെ തന്നെ ഒരു സംഭവം നടന്നു. നേരെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഓട്ടോ ഇങ്ങനെ വളഞ്ഞ് വരിക. ടി ജംഗ്ഷനാണ്. ഇപ്പോൾ ടി ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ ഓട്ടോ വന്നിട്ട് അവരവിടെ നിർത്തുന്നതിന് പകരം എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡോട് ചേർത്ത് ഒരച്ചോണ്ട് അങ്ങ് പോയി. എൻ്റെ വണ്ടി പോന്നു കഴിഞ്ഞിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനവിടെ നിർത്തി ഇറങ്ങി. കട്ടപ്പെട്ടപ്പെടാൻ സൗണ്ട് കിട്ടും. ഞാൻ ഒന്ന് ഇറങ്ങി. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. സെയിം ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ ആഫ്റ്റർ 1.5 years. പുള്ളി പറഞ്ഞു, അത് സ്റ്റിയറിങ് പിടിച്ചിട്ട് ഫുള്ളായിട്ട് തിരിഞ്ഞില്ല, എന്തോ കംപ്ലൈൻറ്റ്, അതുകൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ശരി പൊക്കോളാൻ പറഞ്ഞു. എങ്ങനെയുണ്ട് ഞാൻ? നന്നായില്ലേ? ഞാൻ വണ്ടിക്കകത്ത് കയറാൻ തുടങ്ങലും ആ ഓട്ടോയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തൻ എന്നോട് ചോദിക്കുക, തനിക്കൊക്കെ കാർ റോട്ടിൽ കൂടെ മര്യാദയ്ക്ക് ഓടിച്ചാൽ എന്താ കുഴപ്പമെന്ന്. ഞാൻ നന്നായി എന്ന് വിചാരിച്ച ഞാൻ ഒരു നിമിഷം കൊണ്ട് ആ പഴയ ചാത്ത ജഡമെല്ലാം കൂടെ ചാടി എഴുന്നേറ്റു. അവനോട് 2 വർത്തമാനം പറഞ്ഞേ പറ്റുള്ളൂ, അല്ലേ? അപ്പം ഞാൻ ശരിക്കും ചത്തായിരുന്നോ? ഇല്ല. കൗണ്ടർ ഫോഴ്സാണ്. നിങ്ങൾ ആലോചിച്ചെങ്കിൽ അപ്പുറത്തൊരു കൗണ്ടർ ഫോഴ്സും ഇല്ലായിരുന്നു. ഇവിടെ ഒരു ഭയങ്കര കൗണ്ടർ ഫോഴ്സ് ഉണ്ടായിക്കോ. എന്താണ്? ഞാൻ അവനോട് ക്ഷമിച്ചതിന് അവൻ എന്നോട് സ്നേഹമായിട്ടും ബഹുമാനമായിട്ടും പെരുമാറണം. ഈ ഇൻസൾട്ട് ഞാൻ സഹിക്കില്ല. കാരണം എന്താ? എൻ്റെ ജഡമാണ് അവിടെ അഭിനയിച്ചത്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പം നമ്മുടെ പ്രവൃത്തികളൊന്ന് അനലൈസ് ചെയ്ത് നോക്കി. എവിടെയെല്ലാം നമ്മൾ കണക്ക് വെച്ചിട്ടുണ്ടോ അവിടെ എല്ലാം നമ്മുടെ ജഡമാണ് വർക്ക് ചെയ്യുന്നത്. ആരോടെല്ലാം എവിടെയെല്ലാം കണക്ക് വെച്ചിട്ടുണ്ടോ അവിടെ ഞാൻ മരിച്ചിട്ടില്ല. ഞാനവിടെ അക്കൗണ്ട് സൂക്ഷിച്ചിരിക്കുക. അവൻ എങ്ങനെ എന്നോട് പെരുമാറുന്നത് ഞാൻ പിന്നെ നോക്കും. അന്നേരം ഡ്രൈവർ പറയുന്നുണ്ട്, എടാ മിണ്ടാതിരടാ, നമ്മുടെ കുഴപ്പമില്ല. അവൻ സമ്മതിക്കുന്നില്ല. ഏതായാലും ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ അതിനകത്ത് കയറി, തിരിച്ചൊന്നും പറയാതെ വണ്ടിക്കകത്ത് കയറി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം ഉണ്ടാകുന്നത്.
ഹോർമോണുകളെല്ലാം അടങ്ങി, അഡ്രിനാലിനെല്ലാം അടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് പാപത്തിൻ്റെ ജഡം. കർത്താവ് അവൻ്റെ മുമ്പിലൊന്ന് ചിരിച്ചിട്ട് പോരാൻ പറ്റിയില്ലല്ലോ. പറ്റൂലല്ലോ. അവിടെ ആരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ? ക്രിസ്തുവിനെ കൊണ്ടേ പറ്റുള്ളൂ. ചേസ് ഈസ് ഈവൻ നൗ എ വർത്ത്ലെസ് ബീങ്. ഈ പഴയ ജഡം ജീവിച്ചാൽ പോക്ക, അത് ഇന്നും പോക്ക, എന്നും പോക്ക. അത് മരണത്തിലൂടെ നിസ്സഹായമാവുകയും ചാവുകയും ചെയ്യല്ലാതെ അതിനെ നന്നാക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. യു കനോട്ട് റീഫോം യുവർ ഫ്ലഷ്. എത്ര പേർക്ക് മനസ്സിലായത്? അതുകൊണ്ട് നിക്കോദമോസിനോട് കർത്താവ് പറയുന്നത്, ജഡത്താൽ ജനിച്ച മുഴുവൻ ജഡമാണ്, നീ ചാകാതെ വീണ്ടും ജനിക്കാതെ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അമ്മയുടെ വയറ്റിൽ പോയി ഒന്നുകൂടെ ജനിച്ച് ഒന്നും കൂടെ പഠിക്കണം. അവിടെ നീ നോക്കുമ്പം കാറിനല്ല വില, ഒരു മനുഷ്യന് അതിനേക്കാൾ വില. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നിങ്ങൾ നോക്കുമ്പോൾ ലോകത്തിലുള്ള സകല സമ്പത്തിനേക്കാളും വില ഒരാത്മാവിനാ. അത് പുതുതായി ജനിച്ചവർക്കാ, ആ യേശുവിൻ്റെ കാഴ്ചപ്പാട് കിട്ടുന്നവർക്കാ. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പൊ ക്രൈസ്റ്റ് സെന്റേർഡ് ലിവിങ് ഈസ് എ മിറാക്കുലസ് സൂപ്പർ നാച്ചുറൽ ലിവിങ്. എ നാച്ചുറൽ മാൻ കനോട്ട് ലീവ് ദാറ്റ് സൂപ്പർ നാച്ചുറൽ ലൈഫ്. അതിന് ആത്മാവിൻ്റെ കണ്ടിന്യൂസ് ഇൻപുട്സ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. വി ഹാവ് ടു ബി സ്ട്രെങ്തൻഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ് കണ്ടിന്യൂസ്ലി. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ജഡത്താൽ സാധിക്കില്ല, ആത്മാവിനല്ലേ സാധിക്കുള്ളൂ. ജഡം കൊണ്ട് ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്, ഇറ്റ്സ് എ സ്പിരിറ്റ് ദാറ്റ് എൻലിവൻസ് ക്വിക്കൻസ്. ആത്മാവാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. സോ വി cannot do it by flesh. We have to abandon ourselves into the hands of our Savior. നമ്മുടെ രക്ഷകൻ്റെ കൈകളിലേക്ക് നമ്മൾ വിട്ടുകൊടുത്ത് റെസ്റ്റ് അനുഭവിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഇന്നലെ ശബത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ ശബത്തിൻ്റെ കാര്യം? എന്നാ ശബത്തെന്നാ പറഞ്ഞ്? ഞായറാഴ്ച എന്നല്ലേ പറഞ്ഞേ? അങ്ങനെയല്ലേ പറഞ്ഞേ മിനിയാന്ന്? പിന്നെ വെള്ളിയാഴ്ച എന്നാണ് പറഞ്ഞേ? അത് അന്നല്ലേ പറഞ്ഞേ? ഇന്ന് ഞായറാഴ്ച. ആ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും എല്ലാം അനുഭവിക്കുന്ന ആ ശബത്തിനെയാണ് നമ്മൾ ദൈവവുമായുള്ള സ്വസ്ഥത എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ വിശുദ്ധിയുടെ ഏറ്റവും വലിയ മാർക്കായിട്ട്, വിശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും വലിയ മാർക്ക് ദൈവവുമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന സ്വസ്ഥതയാണ്. കാരണം ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം സൃഷ്ടിയെല്ലാം കംപ്ലീറ്റ് ആക്കി കഴിയുമ്പം ദൈവത്തിൻ്റെ ആഗ്രഹം ഇതായിരുന്നു, ഇനി മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്ന അവനോട് ഇടപെടാവുന്ന രീതിയിലാണ്. അവനിലൂടെ വേണം ഞാൻ ഈ സൃഷ്ടിയെല്ലാം നിയന്ത്രിക്കാനും നടത്താനും. അവൻ്റെ കൂടെ ഞാൻ ഇനി സ്വസ്ഥമായിട്ടിരിക്കാൻ പോവാണ്. അതാണ് കർത്താവിൻ്റെ 7-ാം ദിവസം. പക്ഷെ എന്ത് പറ്റിയെന്നറിയോ? ഈ സൃഷ്ടി കഴിഞ്ഞ ഉടനെ ഇവൻ പോയി പഴം പറിച്ച് നിന്ന് അവൻ ദൈവമായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാക്കിപ്പോയി. ഇത് നമുക്ക് കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ വളരെ കുറച്ച് നേരം പറ്റുള്ളൂ. കാരണം നമ്മുടെ ഉള്ളിൽ ആ പഴം കിടപ്പുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഈ നാട്ടിലൊക്കെ ചെല്ലുമ്പോഴേ, അവധിക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പേരൻസൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും, എടാ ഒരാഴ്ച അങ്ങോട്ട് നിന്നിട്ട് പോടാ, എന്താ ഇത്ര ധൃതി ചോദിക്കൂലേ? ചോദിക്കുമോ? നിങ്ങൾ എന്ത് പറയും? അയ്യോ അവിടെ ഭയങ്കര തിരക്കാ, പിള്ളേരുടെ എക്സാമിനേഷൻ നടക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തടി തപ്പും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ള സത്യം തുറന്നു പറഞ്ഞാൽ ഒന്നും തോന്നരുത്. അപ്പനന്മാർക്ക് മക്കളോടുള്ള സ്നേഹം മക്കൾക്ക് ഒരിക്കലും അപ്പനന്മാരോട് ഇല്ല. നിങ്ങളും അങ്ങനെ ആയിരുന്നു. കാരണം മക്കളുടെ കാര്യം വരുമ്പോൾ അത് തന്നെയാണ് എല്ലാവർക്കും പ്രധാനം, അപ്പനന്മാരെക്കാൾ. അപ്പനന്മാരും അങ്ങനെ ആയിരുന്നു, ദൈവവും അങ്ങനെയാണ്. ദൈവത്തിന് മക്കളോട് ഭയങ്കര സ്നേഹമാണ്. മക്കളോട് പറയുന്നുണ്ട്, നീ എപ്പോഴും എൻ്റെ അടുത്ത് ഇരുന്നു. പക്ഷേ ഇവൻ പഴം കഴിച്ചിട്ട് അവൻ്റെ തോന്നിയാവസ്ഥന് പോയി. അപ്പോൾ ഇസ്രായേൽ ജനത്തോട് കർത്താവ് പറയാണ്, നിങ്ങൾ എന്തായാലും 7 ദിവസം എൻ്റെ കൂടെ ഇരിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ കയ്യിലുള്ള പഴം നിങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കി വിട്ടിരിക്കുക. അതുകൊണ്ട് കാര്യം ചെയ്യും, 6 ദിവസം നിനക്ക് ഇഷ്ടമുള്ള എന്നാന്ന് വെച്ചാൽ ചെയ്യും. 1 ദിവസം വന്ന് നീ എൻ്റെ കൂടെ ഒന്നിരിക്കുക. അതാണ് കർത്താവിൻ്റെ ശബത്ത് ഇവർക്ക് ഒരു ദിവസമാക്കി മാറ്റിയത്. എന്നാൽ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ എന്താ പറയുന്നറിയോ? നിങ്ങൾ ആ ശബത്ത് അനുഭവത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചോളാനാണ് പറയുന്നത്. എവറി ടൈം റെസ്റ്റ് വിത്ത് ക്രൈസ്റ്റ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്നതുപോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആരെല്ലാം ദൈവവുമായുള്ള സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നോ അത് വിശുദ്ധമാണ്. കാരണം 7-ാം ദിവസത്തെ ദൈവം എന്തെന്നാണ് പറഞ്ഞത് അല്ലേ? നമ്മുടെ ചുറ്റും എല്ലാം ആരാവാരം വർദ്ധിച്ചു വരുമ്പോഴും നമ്മുടെ അകത്ത് ദൈവവുമായിട്ടുള്ള സ്വസ്ഥതയുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. അവൻ പ്രവർത്തിച്ചല്ല വിശുദ്ധീകരിക്കപ്പെടുന്നത്, അവൻ്റെ പ്രകൃതത്താൽ, ക്രിസ്തുവിൻ്റെ ജീവനാൽ, അവൻ്റെ ജീവനിലുള്ള വിശ്വാസത്താൽ, രക്ഷകനിലുള്ള ആശ്രയത്താലാണ് ഈ ക്രിസ്തുവിൻ്റെ സ്വഭാവം, ഈ ശാന്തത, സ്വസ്ഥത അല്ലേ? കാൽവരി ക്രൂശിൽ എല്ലാവരുടെ ബഹളം വയ്ക്കുക, ക്രൂശിക്കുക എന്ന് ആർത്തി വിളിക്കുക, ഒരു കൗണ്ടർ ഫോഴ്സും ഇല്ല. അവനൊക്കെയാണ് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തത്, യവന്മാരെ തിന്നവന്മാരായി വരുന്നത്. അപ്പം എന്തേലും ഒരു കൗണ്ടർ ഫോഴ്സ് വേണ്ടതല്ലേ? എടാ ഒന്നും അല്ലേലും ഞാൻ നിൻ്റെ മരിച്ചവനല്ല എഴുന്നേൽപ്പിച്ചത്. നിൻ്റെ രോഗികൾ, നീയൊക്കെ രോഗമായിട്ട് കിടന്നപ്പം സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ സൗഖ്യമാക്കിയില്ല, ഇപ്പം എന്നെ കൊല്ലണമല്ലേ? ഇതിനാണ് കൗണ്ടർ ഫോഴ്സ് എന്ന് പറയുന്നത്. യേശുവിന് തൊട്ടുണ്ടായിരുന്നില്ല. അവരവിടെ ആരാവാരം വർദ്ധിച്ചു വരുന്നു,
ഇവിടെ കർത്താവ് ശാന്തമായിട്ട് മരണത്തെ നേരിടുന്നു. പീലാത്തോസ് പറയുന്നു, രക്ഷപ്പെടണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ രക്ഷപ്പെടുത്താം. നോ വേ. ഹി എൻജോയ്ഡ് ദറ്റ് പീസ് വിത്ത് ദ ഫാദർ. നമ്മളെയൊക്കെ പിടിച്ചായിരുന്നെങ്കിൽ നമ്മുടെ സൗണ്ട് ബത്ലഹേം വരെ കേട്ടേനെ, ജെറുസലേമിൽ നിന്ന്. പത്രോസിനെ പിടിച്ചായിരുന്നെങ്കിൽ അവസ്ഥ എന്തായിരുന്നു? ക്രൈസ്റ്റ് വാസ് സോ കാം. അവൻ്റെ ശബ്ദം തെരുവുകളിൽ കേട്ടില്ല. ബിക്കോസ് ഹി വാസ് ഇൻ എ സച്ച് പീസ് വിത്ത് ദ ഫാദർ. നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അലറി വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വി ഡോണ്ട് ഹാവ് ദാറ്റ് പീസ് വിത്ത് ഹിം. അവനോടുള്ള സ്വസ്ഥതയാണ് ശരിക്കും വിശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. ഹീസ് ഗിവിങ് ദാറ്റ് ക്യാരക്ടർ ടു അസ് ബൈ ദാറ്റ് ഫെയ്ത്ത്. വിശ്വാസത്താൽ നമുക്ക് അവൻ്റെ സ്വഭാവത്തെയാണ് ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ പാർട്ടേക്കിംഗ് ഇൻ ക്രൈസ്റ്റ് നേച്ചർ, അവൻ്റെ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തമാണ് ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലിവിങ് എന്ന് പറയുന്നത്. അല്ലാതെ ക്രിസ്തുവിനെ നോക്കി നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. വി ക്യാൻ ലീവ് ദാറ്റ് ലൈഫ് ഓൺലി ബൈ ഹിസ് സ്പിരിറ്റ്. അവൻ്റെ ആത്മാവിനാൽ മാത്രമേ ആ ജീവൻ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വലിയ പാടായിട്ട് തോന്നുന്നുണ്ടോ? വളരെ സിമ്പിളല്ലേ? അല്ലേ? വിശ്വസിച്ചാൽ പോരെ. ഓൺലി ബിലീവ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വലിയ മുഖമാണെന്ന് തോന്നും, പക്ഷെ വളരെ മൃദുവാണ്. ഇത് നിങ്ങളെ ഭാരപ്പെടുത്തുകയില്ല. കാരണം ഇതിൻ്റെ വെയിറ്റ് മുഴുവൻ എൻ്റെ ഷോൾഡറിലാണ്. നിങ്ങളിതിൻ്റെ അറ്റത്ത് പിടിക്കുന്ന പാർട്ട്ണർഷിപ്പിന് വേണ്ടിയാണ്. ഇതിൻ്റെ എല്ലാ ബെനിഫിറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് മരിക്കുന്നത്. നിങ്ങൾക്ക് എൻപേർക്കായി ജീവൻ വയ്ക്കുന്നുള്ളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു പാട്ടാണ് അത്. എൻപേർക്കായി ജീവൻ വയ്ക്കും പ്രഭു, നിന്നെ എന്നും ഈ ദാസൻ ഓർക്കും. അത് അപ്പം ഓർക്കുമ്പോൾ പാടുന്ന പാട്ടാണ്. അതിനകത്തൊരു സ്റ്റാൻസ് എങ്ങനെയുണ്ട്? ഗെത്സമനേയിടം ഞാൻ മറന്നിടുമോ നിൻ വ്യഥയൊക്കെയും. എത്ര പെട്ടെന്ന് നിങ്ങളിത് എടുക്കുന്നേ. ഗെത്സമനേയിടം ഞാൻ മറന്നിടുമോ നിൻ വ്യഥയൊക്കെയും. നിന്റെ സങ്കടം രക്തവിയർപ്പെന്നിവയൊരു നാളും മറക്കുമോ ഞാൻ എന്ന് പറഞ്ഞാൽ, നിന്റെ രക്തം മാത്രമല്ല, നിന്റെ സങ്കടം, ആഗണി, നിന്റെ വിയർപ്പ്, അധ്വാനം, ഇതെനിക്ക് മറക്കാൻ പറ്റുമോ? കാരണം അതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. ഇറ്റ് വാസ് ബൈ യുവർ എഫേർട്സ് ദാറ്റ് ഐ വാസ് സേവ്ഡ്, നോട്ട് ബൈ മൈ എഫേർട്സ്. എൻ്റെ എഫേർട്ടും കൂടെ എന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നിഷേധിക്കുക. ഐ ആം ജസ്റ്റ് ഹഗ്ഗിങ് ഹിം. കർത്താവേ, നീ എന്നെ രക്ഷിക്കാതെ എനിക്ക് നിവൃത്തിയില്ല എന്ന് ഓരോ സമയത്തും ഞാൻ എൻ്റെ ബ്രോക്കൺനെസ് തിരിച്ചറിയുന്നതാണ് ശരിക്കുള്ള മാനസാന്തരം എന്ന് പറയുന്നത്. ഐ എം കമ്മിങ് ടു മൈ helplessness, coming to my nothingness, not one time when you were saved, continuously. എല്ലാ സമയത്തും ഞാൻ എൻ്റെ ബലഹീനതകളിലേക്കും രക്ഷിക്കാനുള്ള ക്രിസ്തുവിൻ്റെ ശക്തിയിലേക്കും ചെന്നിട്ട് പറയാണ്, നിൻ്റെ അധ്വാനത്തെ ഞാനിതിനെ വെറുതെ വിടുന്നത്. നീ എനിക്ക് വേണ്ടിയല്ലേ അത്രയും കഷ്ടപ്പെട്ടത്, എനിക്കത് മറക്കാൻ പറ്റുമോ? ആ ഓർമ്മ മതി എനിക്ക് വിശദീകരിക്കപ്പെടാൻ. ദാറ്റ് സേവ്സ് മീ ബൈ ഫെയ്ത്ത്. യേശുവിൻ്റെ അധ്വാനമാണ്, നമുക്ക് വേണ്ടിയുള്ള അധ്വാനമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ദാറ്റ്സ് വൈ ഓൾ ഗ്ലോറി ബിലോങ്സ് ടു ഹിം. എല്ലാ മഹത്വവും അവനായിരിക്കാനുള്ള കാരണം അതാണ്. ഓക്കെ, അപ്പോൾ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലിവിങ്ങിൽ നമുക്ക് കാണാവുന്ന ഒരു പ്രെയർ, നമ്മൾ എഫേസ്യർ 1:17 വരുമ്പോൾ ദർ ഇസ് എ പ്രെയർ വേർ പോൾ സേസ്, ഓ ലോർഡ് പ്ലീസ് ഓപ്പൺ ദെയർ ഐസ്. അവൻ്റെ കണ്ണുകളെ ഒന്ന് കാണിച്ച് തുറന്ന് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. അങ്ങനെ വായിച്ചത് ആ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതൻ എന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാർത്ഥന, ഇത് തിരിച്ചറിയാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഹൗ റിച്ച് യു ആർ. എന്തു വലിയ ധനമാണ് നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്, എന്തു വലിയൊരു ജീവിതം നയിക്കാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് ആ ഹൃദയദൃഷ്ടി ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനയാണിത്. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ടു സീ ദ റിച്ചസ് ഇൻ ക്രൈസ്റ്റ്. ഒന്ന് മനസ്സിലാകാൻ വേണ്ടി. ഇന്നിവിടെ പ്രവാചകന്മാർ ഒന്ന് ഭൂമിയിലെ റിച്ചസ് കാണിച്ചു തരുമ്പോൾ ഓർത്തോണം, ദൈവത്തിൽ നിന്ന് വന്നതല്ല. കാരണം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനുള്ള വെളിപ്പാട് നമ്മൾ എന്താ കാണിച്ചു തരേണ്ടത്? ക്രിസ്തുവിൻ്റെ ധനത്തെയാണ് കാണിച്ചു തരേണ്ടത്. അല്ലേ? അങ്ങനെയല്ലേ? ഇവിടെ പറയുന്നത് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ഒരു വ്യാപാര ശക്തി, കൃപയുടെ അത്യന്ത ധനത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. ഒരു സംതിങ് ദാറ്റ് വ്യാപാര ശക്തിക്ക് എന്താ നമ്മൾ പറയുന്നത്? വ്യാപാരം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ രാവിലെ കേരളത്തിലാണെങ്കിൽ 25 രൂപയായിട്ട് പോകുന്നു, 25 രൂപ അങ്ങോട്ട് കൊടുക്കുന്നു, ഒരു മിൽമ പാക്കറ്റ് പാല് വാങ്ങിക്കുന്നു. ഇതിനെയാണ് നമ്മൾ വ്യാപാരം എന്ന് പറയുന്നത്, അല്ലേ? ആണോ? വ്യാപരിക്കുക എന്ന് പറയുന്നത് സ്പ്രെഡ് ആവുക എന്നർത്ഥമുണ്ട്. വ്യാപാര ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യാപരിക്കുന്ന കൃപയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കൃപാധനത്തെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു?
വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് വൺ അനദർ ദ ഗ്രേസ് ഓഫ് ക്രൈസ്റ്റ്, അല്ലേ? അപ്പോൾ നമുക്ക് ശരിക്കും ഒത്തിരി കൃപ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദാനം ചെയ്യാൻ പറ്റും. ഈ കൃപ എന്ന് പറഞ്ഞാൽ എന്തോ? നിർബന്ധമില്ല കേട്ടോ. അത് നല്ല അർത്ഥമാണെങ്കിലും അതിന് കൃപയ്ക്ക് വേറെ അർത്ഥം കൂടെ ഉണ്ട്. അത് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും അതിൻ്റെ അർത്ഥം. പറയിപ്പിക്കട്ടെ? ആ മനുഷ്യൻ്റെ പാട്ട് എന്താ ഒരു കൃപയാ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന അർത്ഥം? ആ മനുഷ്യൻ്റെ ഒരു പാട്ട് എന്തോ ഒരു അർഹിക്കാത്ത ദാനമാ എന്നാണ് പറഞ്ഞേ? അല്ലല്ലോ. ഇനി യേശുക്രിസ്തുവിൽ ഇങ്ങനെ കൃപ നിറഞ്ഞിരിക്കുമായിരുന്നു. എന്താ പറഞ്ഞേ? അർഹിക്കാത്ത ദാനങ്ങളെല്ലാം യേശുവിൽ നിറഞ്ഞിരിക്കുമായിരുന്നാണ് പറഞ്ഞത്? അല്ലല്ലോ. ആ മനുഷ്യനോട് ഒരു അരമണിക്കൂർ സംസാരിച്ചാൽ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മറന്നു. എന്തൊരു കൃപയാണെന്നറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊരു അർഹിക്കാത്ത ദാനമാണെന്നറിയാമോ എന്നാണ് ചോദിച്ചത്. അല്ലല്ലോ. നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരെ കുറിച്ച് ഭയങ്കര ഗ്രേസാ കേട്ടോ എന്ന് പറഞ്ഞില്ലേ? ഗ്രേസ്, എന്തൊരു ഗ്രേസാ എന്ന് പറയുന്ന അർത്ഥം? എന്ത് രസമാണെന്നാ, എന്ത് മനോഹരമാണെന്ന്, അല്ലേ? എന്ത് ഗ്രേസ് എന്നുള്ള വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം ഇതാണ്. ഞാൻ പറയാൻ പോണേ. The grace is a quality that makes something attractive, beautiful and pleasing. അതാണ് ഒന്നാമത്തെ അർത്ഥം. നിങ്ങൾ ഡിക്ഷണറി പോയി നോക്കിയാൽ മതി. ആകർഷകമായത്, മനോഹരമായത്. ഗ്രേസ്ഫുൾ, ആകർഷകമായത്. ഗ്രേസ്, ആകർഷകത്വം, നൗൺ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു ആകർഷകത്വമുണ്ട്. ക്രിസ്തുവിന് അടുത്തുകൂടാത്ത തേജസ്സായിരുന്നു സ്വർഗത്തിലിരിക്കുമ്പോൾ. അവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ്റെ മഹത്വത്തെ അവൻ എങ്ങനെ മാറ്റിയെന്നറിയോ? എല്ലാവർക്കും ഓടിച്ചെല്ലാവുന്ന ഒരു തേജസ്സാക്കി മാറ്റി. അങ്ങനെയല്ലേ കാണുന്നത്? ഞങ്ങൾ അവൻ്റെ തേജസ്സിനെ പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു, കൃപയും സത്യവും നിറഞ്ഞതായി കണ്ടു. അപ്പം ആർക്കും അടുത്തുകൂടാനാകാത്ത യേശുവിൻ്റെ തേജസ്സിനെ ഭൂമിയിലേക്ക് അവൻ വന്നപ്പോഴേക്കും ഏത് പാപിക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാവുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ അട്രാക്ഷനാക്കി മാറ്റിയായിരുന്നു. എന്നിട്ട് 16-ാം വാക്യത്തിൽ പറയാണ്, യോഹന്നാൻ 1:16, അവൻ്റെ നിറവിൽ നിന്ന് നാം ഓരോരുത്തരും കൃപയുടെ മേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് എന്ത് നിറഞ്ഞുകൊണ്ടിരിക്കുക? ഈ അട്രാക്ഷൻ. നമ്മുടെ ഓരോ സംസാരവും ആളുകളെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും നമ്മുടെ പ്രസൻസിന് വേണ്ടി അവർ കാത്തിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ നമ്മളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. അത് ക്രിസ്തുവിൻ്റെ ധനമാണ്, കൃപാധനമാണ്. അതിനൊരു ഭയങ്കര വ്യാപാര ശക്തിയുണ്ട്. ഈ വ്യാപാര ശക്തിയാണ് നമ്മളെ, അത് ഭയങ്കര ശക്തി, അതിൻ്റെ വ്യാപാര ശക്തി എന്ന് പറയുന്നത്. അത് തിരിച്ചറിയാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എഫെസ്യ ലേഖനം 1:17. നിങ്ങൾക്ക് കൃപയുടെ വ്യാപാര ശക്തിയുടെ ആ മഹത്വം അറിയാമോ? ഞാൻ 1-2 ട്രാൻസാക്ഷൻസ്, ഞാൻ ട്രാൻസാക്ഷൻ, വ്യാപാരം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ അന്വേഷിക്കുമായിരുന്നു. ട്രാൻസാക്ഷൻ, ഞാൻ ലിറ്ററൽ ട്രാൻസ്ലേഷൻ അല്ല നോക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ മീനിങ് ആണ് ട്രാൻസാക്ഷൻ. വ്യാപാരം ചെയ്യുക, ട്രാൻസാക്ട് ചെയ്യുക, അല്ലേ? എ ബിസിനസ് ട്രാൻസാക്ഷൻ. ഓക്കെ. വീട്ടിൽ സാധാരണ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ. ഭർത്താവ് ഭാര്യയോട്, എൻ്റെ വണ്ടിയുടെ കീ എവിടെ ഇരിക്കുന്ന അറിയോ? അങ്ങോട്ട് 25 രൂപ കൊടുത്തു. ഇനി ഇങ്ങോട്ട് വരുന്ന എന്താണെന്നാണ് കാണേണ്ടത്. എവിടെയെങ്കിലും കൊണ്ടേ കീ കൊണ്ടുവയ്ക്കും. ഇതിൻ്റെ എല്ലാം പുറകെ എൻ്റെ കൈ ചെല്ലണം. എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഇവിടെ ഭയങ്കര പണിയായിട്ടിരിക്കുമ്പോഴാണ്. നല്ലൊരു ട്രാൻസാക്ഷൻ, തിരിച്ചും കിട്ടി. കൃപ വ്യാപരിച്ചില്ല. എന്താ വ്യാപരിച്ചത്? അവരവർ വ്യാപരിച്ചു. കർത്താവിൻ്റെ കൃപ വ്യാപരിച്ചില്ല. നമ്മുടെ എത്രയോ ട്രാൻസാക്ഷൻസ് ഒരു ദിവസം നമ്മൾ പിള്ളേരോട്, നാട്ടുകാർ, ഇവിടെ ഒന്നും എന്ത് വ്യാപരിക്കുന്നില്ല? കർത്താവല്ല, നമ്മളാ. അത് വൃത്തികേടാ. നമ്മുടെ വ്യാപാര ശക്തി ഒന്നിനും കൊള്ളുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ്സ് ഡെഡ്. അത് ഡെഡ് മാൻ്റെ നാച്ചുറൽ ഇമോഷൻസ്. അത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. എത്ര നല്ലവരെ ചിരിച്ച് കാണിച്ചാലും ഇഫ് ദാറ്റ്സ് നോട്ട് ഫ്രം ദ സ്പിരിറ്റ്, ദാറ്റ്സ് എ പ്രിറ്റൻഷൻ, എ മേക്ക് ബിലീവ്, എ ഹോയക്സ്, ഫേക്ക്. അപ്പോൾ നമ്മൾ ആ റിയലായിട്ടുള്ള ലൈഫിന് വേണ്ടി ആഗ്രഹിക്കുക. പുനരുത്ഥാനവും ജീവനും കർത്താവ്, അവന് മാത്രമേ റിയൽ ഗ്രേസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ വ്യാപാര ശക്തിയിലോട്ട് മാറിക്കഴിയുമ്പോഴേക്കും ഭർത്താവിന് മനസ്സിലാകുന്ന ഭാര്യയിൽ നിന്ന് വരുന്ന ക്രിസ്തുവിൻ്റെ ഗ്രേസാണ്. വ്യാപാര ശക്തി, ഭയങ്കര ശക്തി. അത് എത്ര പേർക്ക് സന്തോഷമുണ്ട്, ഇത് വേണമെന്ന് ആഗ്രഹമുണ്ട്. ശരിക്കും ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലിവിങ് ഈസ് എ ഗ്രേസ്ഫുൾ ലിവിങ്. ഭയങ്കര നമ്മൾ ട്രാൻസാക്ട് ചെയ്യുമ്പം നമ്മുടെ ചുറ്റുമുള്ളവർക്കെല്ലാം കൃപ വ്യാപരിക്കുന്ന രീതിയിൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ പാസ്റ്ററെ, ഞങ്ങൾ എത്ര നാളായിട്ട് ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ തീർന്നു. ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ തീർന്നു. ശ്രമിച്ചാൽ നിങ്ങളുടെ ജഡം ഒരു കൗണ്ടർ ഫോഴ്സുമായിട്ട് എഴുന്നേറ്റ് വരും. അവിടെ നിങ്ങൾ വിട്ടുകൊടുത്തിട്ട് വിശ്വസിക്കുകയോ, കർത്താവെ നീ എന്നിൽ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം, യു വിൽ, ഞാൻ എൻ്റെ ഫൈറ്റ് വിട്ടു, ഇനി നീ എന്നെ നന്നാക്കും, നിനക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നിൻ്റെ ജീവൻ
ഞാൻ വിശ്വസിക്കുന്നു ഇൻ യുവർ വർക്ക്സ്, ഇൻ യുവർ സ്വെറ്റ്, ഇൻ യുവർ ടിയേഴ്സ്, ഇൻ യുവർ ബ്ലഡ്. വിശ്വാസമുണ്ടോ നടക്കുമെന്ന്? നടക്കണം. കാരണം ഞാനല്ല, എൻ്റെ കഴിവല്ല, ആരുടെ കഴിവ്? അത് ക്രിസ്തുവിൻ്റെ കഴിവാണ്. ദർ ഇസ് നത്തിങ് ഇമ്പോസിബിൾ ഫോർ ഹിം. ആ വ്യാപാര ശക്തി നമ്മളിലേക്ക് വരുമ്പം എവ്രി വൺ വിൽ റിജോയ്സ് അറൗണ്ട് യു. ഓക്കെ, ചിലർ ശത്രുക്കൾ അപ്പോഴും കാണും, നമ്മുടെ കുത്താനുള്ളവരും അപ്പം കാണും, കൊല്ലാനുള്ളവരും കാണും. പക്ഷെ അന്ന് ഒരു ദിവസം കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന ദിവസം, സന്ദർശന ദിവസത്തിൽ അവർ ദൈവത്തോട് പറയും, ദൈവമേ, ഞങ്ങളുടെ തിരിച്ചറിവില്ലായ്മ കൊണ്ടാണ് നിൻ്റെ കൃപയുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളവർ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തു, പക്ഷെ അവർ ഞങ്ങളോട് തിരിച്ചെതിർത്തില്ല. ഞങ്ങൾക്കത് അന്ന് മനസ്സിലായില്ല എന്ന് അവരന്ന് പറഞ്ഞോളും. ബട്ട് വി ആർ കോൾഡ് ആസ് വെസൽസ് ഓഫ് ഗ്രേസ്, കൃപാപാത്രങ്ങൾ, കരുണാ വെസൽസ്, വെസൽസ് ഓഫ് മേഴ്സി, ടു ഗിവ് മേഴ്സി ആൻഡ് ടു റിസീവ് മേഴ്സി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ക്രൈസ്റ്റ് സെൻറ്റേഡ് ലിവിങ് ഈസ് നോട്ട് അവർ നാച്ചുറൽ ലിവിങ്, ദാറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ ലിവിങ്. നാച്ചുറൽ ലിവിങ്ങിലുള്ള സ്വാഭാവിക മനുഷ്യന് അവന് നല്ലവനാകാൻ പറ്റും, പക്ഷെ വിശുദ്ധീകരിക്കപ്പെടാൻ പറ്റില്ല. അപ്പം നമുക്കൊരു കാര്യമുണ്ട്, ഈ 3:17 മുതലുള്ള 1:17 മുതലുള്ള പ്രാർത്ഥന ശരിക്കും നമ്മൾ ആ ധനം കാണാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണെങ്കിൽ 3:17 മുതലുള്ള പ്രാർത്ഥന വ്യത്യാസമാണ്. അത് റിയലി അങ്ങനെ ജീവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ദാറ്റ് മീൻസ് ടു യൂട്ടിലൈസ് ദാറ്റ് റിച്ചസ്. ആദ്യത്തെ കാണാൻ വേണ്ടിയാണെങ്കിൽ, രണ്ടാമത്തേത് അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥന. നമുക്ക് നോക്കാം 3:16 മുതൽ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. അപ്പൊ ഇന്നലെ നമ്മൾ എന്താ കണ്ടത്? ഇന്നലെ നമ്മൾ കണ്ടത് ക്രിസ്തുവിൽ ഞാൻ, ഇതായിരുന്നു കണ്ടത്. ഓർമ്മയുണ്ടോ? കണ്ടായിരുന്നോ? ക്രിസ്തുവിൽ ഞാൻ. അതാണ് എഫേസ്യ ലേഖനം 1 മുതൽ 3:15 വരെ. ക്രിസ്തുവിൽ ഞാൻ. നിങ്ങൾ ആ 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ വായിച്ചു നോക്കിയാൽ 7-8 പ്രാവശ്യം ഉണ്ട്. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു, അവനിൽ, അവൻ്റെ രക്തത്താൽ, ഇൻ ക്രൈസ്റ്റ്. 3-ാം അധ്യായം വരുമ്പോഴേക്കും പറയാണ് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴേണ്ടതിനും. അപ്പം ക്രിസ്തു എങ്ങനെ വരും? നമ്മുടെ ഹൃദയത്തിൽ വരും, ഇങ്ങോട്ട്. ഇൻ മീ, ക്രൈസ്റ്റ് ഇൻ മീ. വ്യത്യാസം മനസ്സിലായോ? ആദ്യം എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ഐ ഇൻ ക്രൈസ്റ്റ്. അതെപ്പോഴാണ് സംഭവിച്ചത്? ടൈം ഉണ്ടാകുന്നതിന് മുമ്പേ. ബട്ട് ക്രൈസ്റ്റ് ഇൻ മീ അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ബൈ മൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. നിങ്ങളിൽ എപ്പോൾ വിശ്വാസം ഉണ്ടായോ അപ്പോൾ മുതലാണ് ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്. മനസ്സിലായോ? എന്താ പ്രയോജനം? ക്രിസ്തു ഹൃദയങ്ങളിൽ വസിച്ചാൽ എന്താ പ്രയോജനം? ആത്മാവല്ലേ വസിക്കുന്നത്? ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഉള്ളിൽ വന്ന് വസിക്കുവാണോ അത് ആത്മാവ് വസിക്കുവാണോ? അവൻ്റെ ആത്മാവ് വസിക്കുമല്ലേ? ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ. ഇത് പോക്കറ്റിൽ തന്നെ കിടക്കട്ടെ. ഇത് നോക്കിയോ? ആത്മാവ്, ദേഹി, ദേഹം. കണ്ടോ? ആത്മാവ്, ദേഹി, ദേഹം. നിങ്ങൾക്ക് ഈ ആത്മാവ് വരുന്നതിന് മുമ്പ് ദേഹിയും ദേഹവും കൂടെയാണ് നമ്മുടെ വ്യാപാരങ്ങൾ മുഴുവൻ. എല്ലാ വ്യാപാരം എവിടെ നിന്നാണ് വരുന്നത്? ദേഹിയും ദേഹവും. അപ്പോൾ നമ്മൾ ചിലർ നല്ലപോലെ പെരുമാറും, ചിലർ മോശമായിട്ട് പെരുമാറും. ചിലർക്ക് ബോഡി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ചിലർക്ക് മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഈ ബോഡി സ്ട്രോങ് ആയിട്ടുള്ളവർ, മൈൻഡ് സ്ട്രോങ് ആയിട്ടുള്ളവർ എങ്ങനെ കണ്ടുപിടിക്കാം? ദേഷ്യം വന്നാൽ 2 പൊട്ടിയിട്ട് കൊടുത്താലേ സമാധാനം ഉള്ളൂ എന്നുള്ളവർ ബോഡി സ്ട്രോങ് ആയിട്ടുള്ളവരാണ്. കാരണം അവരുടെ വികാരങ്ങളാണ് അവർ നിയന്ത്രിക്കുന്നത്. മൈൻഡ് സ്ട്രോങ് ആയിട്ടുള്ളവൻ ചിന്തിക്കും, ഇപ്പം തല്ലണ്ട, ക്ഷമിക്കാം, അവന് അവസരം വരുമ്പോൾ പൊട്ടിക്കാം. അത് മൈൻഡ് സ്ട്രോങ് ആയിട്ടുള്ളവനാണ്. മനസ്സിലായോ? കയ്യിൽ 200 രൂപ കിട്ടിയ ഉടനെ ഒരു ചിക്കൻ ബിരിയാണി അടിക്കണം തോന്നുന്നവൻ ബോഡി സ്ട്രോങ് ആയിട്ടുള്ളവനാണ്. മൈൻഡ് സ്ട്രോങ് ആയിട്ടുള്ളവനെ 200 രൂപ കൂട്ടി വെച്ച് 500 രൂപയ്ക്ക് ബാങ്കിലെന്ന് വിചാരിക്കുന്നു മൈൻഡ് സ്ട്രോങ് ആയിട്ടുള്ളവൻ. ഇത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? സംഗതി എളുപ്പമല്ലേ പരിപാടി? ദേഷ്യം വന്ന ഉടനെ 2 പൊട്ടിയിൽ കൊടുക്കുന്നവൻ, പിള്ളേരാണെങ്കിലും ശരി, എടുത്തിട്ട് തല്ലുന്നവർ ബോഡി സ്ട്രോങ് ആയിട്ടുള്ളവരാണ്. എന്നാൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചടിക്കുന്നവൻ മൈൻഡ് സ്ട്രോങ് ആയിട്ടുള്ളവൻ. അപ്പോൾ നമ്മളിൽ ഒന്നുകിൽ ജഡ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഐദർ ഹിസ് ബോഡി വിൽ ബി സ്ട്രോങ് ഓർ മൈൻഡ് വിൽ ബി സ്ട്രോങ്. ആരാ നമുക്ക് കുറച്ചുകൂടെ നല്ലത്, ഇടപെടാൻ ഭേദം? മൈൻഡ് സ്ട്രോങ് ആയിട്ടുള്ളവരാണ്. കാരണം അവർ എടുത്ത് ചാടി എത്ര ദേഷ്യം വന്നാലും അത് ഉള്ളിൽ കടിച്ചു പിടിച്ചിട്ട് ചിരിക്കാൻ പറ്റുന്നവൻ മൈൻഡ് സ്ട്രോങ് ആയിട്ടുള്ളവൻ. പക്ഷെ രണ്ടും ജഡമാണ്. ബോഡി സ്ട്രോങ് ആയിട്ടുള്ളവനും ജഡമാണ്, മൈൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ജഡമാണ്. കൗണ്ടർ ഫോഴ്സ് കൂടുതൽ എവിടെ ആയിരിക്കും എന്നറിയോ? മൈൻഡ് സ്ട്രോങ് ആയിട്ടുള്ളവനായിരിക്കും. അവൻ ഒത്തിരി കണക്ക് പറയണ്ട. അവൻ എന്നോട് അത്രയും ചൂടായിട്ട് ഞാൻ മിണ്ടാതെ നിന്നവനാ എന്ന് പറഞ്ഞ കൗണ്ടർ ഫോഴ്സ്. അവൻ മിണ്ടാതെ നിന്നതിനെല്ലാം വിലയുണ്ട് അവിടെ, മറ്റവനില്ല. മാനസാന്തരപ്പെടാൻ എളുപ്പം ആർക്കാണെന്നറിയോ? ബോഡി സ്ട്രോങ് ആയിട്ടുള്ളവരെ മാനസാന്തരപ്പെടുന്ന എളുപ്പത്തിൽ. കാരണം അവന് പാപങ്ങൾ പെട്ടെന്ന് വെളി വരും.
ഞാൻ പാപിയാന്ന് അവന് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ മൈൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഇത് അടക്കി വെക്കുന്നതുകൊണ്ട് അവൻ അത് അടക്കി വെക്കാൻ കൊടുത്ത വിലയാണ് അവൻ്റെ നീതി. ഈ മനുഷ്യൻ്റെ നീതി അന്വേഷിക്കുന്നവരുടെ നീതി എവിടെ നിന്ന് വരുന്നതെന്നറിയോ? ശരീരം പലതും പറയും, അത് നോ എന്ന് പറഞ്ഞ് അടക്കി ഇരുത്താൻ കഴിഞ്ഞ അവൻ്റെ നീതിനെയാണ് ഈ മനുഷ്യൻ്റെ നീതി എന്ന് പറയുന്നത്. അത് മൈൻഡിലാണ് ഉണ്ടാകുന്നത്. വല്ലതും മനസ്സിലായല്ലോ അല്ലേ? എനിക്ക് തന്നെ ശരിക്കും മനസ്സിലായി വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു പുസ്തകം ഒരിടത്തിരിക്കുന്നതാണെന്ന് എനിക്ക് എടുക്കണം തോന്നുന്നു. അത് മൈൻഡ് പറയാം, ബോഡി പറയാം പൈസ മുടക്കാൻ നേരത്തെ നീക്കാൻ എടുത്തുകൊണ്ട് പോകും. മൈൻഡ് പറയാം വേണ്ട, പിടിച്ചാൽ പ്രശ്നമാവും, എടുത്തില്ല. ആ എടുക്കാതിരുന്നതിനെയാണ് ഞാൻ എൻ്റെ നീതിയായിട്ട് കണക്ക് കൂട്ടുന്നത്. ഞാൻ ആരുടെ പൈസ ഒന്നും എടുത്തിട്ടില്ല ബ്രദറെ, കേട്ടിട്ടില്ലേ ഇത്? ഇതാണ് ഹ്യൂമൻ റൈച്ചസ്നെസ്. അപ്പം മൈൻഡ് സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് എപ്പോഴും ഒരു കൗണ്ടർ ഫോഴ്സ് ഉണ്ട്. അവനൊരു വിലയുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഐ എം നോട്ട് ലൈക്ക് ഹിം. എനിക്ക് പല വിശപ്പുണ്ടായിരുന്നു, ഭയങ്കര വിശപ്പായിരുന്നു, വല്ലതും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പം ഇല്ല, ഒട്ടും വിശക്കുന്നില്ല, ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടവനാണ്. ഇപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ബട്ട് മൈ മൈൻഡ് ഈസ് സ്ട്രോങ് ഇനഫ് ടു ഡിനൈ മൈ ബോഡി. നിങ്ങൾ മൈൻഡാണോ ബോഡിയാണോ സ്ട്രോങ്? ഞാൻ സത്യം പറയട്ടെ, നാട്ടുകാരുടെ മുമ്പിലെല്ലാം മൈൻഡും വീട്ടിൽ വന്നാൽ ബോഡിയും അല്ലേ സ്ട്രോങ് അല്ലേ? അപ്പം ശരിക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരം ചെയ്ത് തക്ക സമയത്ത് ഏത് സ്ട്രോങ് ആയിരിക്കണം എന്ന് നമുക്കറിയാം. ഇതെല്ലാം ഭയങ്കര ക്രാഫ്റ്റിനെസ്സാണ്. ഈ നമ്മുടെ പഴയ അപ്പൻ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അപ്പൻ ക്രാഫ്റ്റി ആയിരിക്കുന്ന പോലെ നമ്മളും ഭയങ്കര ക്രാഫ്റ്റിയാണ്. നമ്മുടെ ഈ ബോഡിയിലുള്ള വികാരങ്ങൾ മുഴുവൻ ദേഷ്യവും വൈരാഗ്യവും എല്ലാം അഴിച്ചുവിടുന്ന വീട്ടിൽ വന്നിട്ടായിരിക്കും. പക്ഷെ നാട്ടിൽ നമ്മൾ എന്ത് മര്യാദക്കാരും മൈൻഡ് കൺട്രോളും ഭയങ്കര മൈൻഡായിരിക്കും. ഇങ്ങനെ ഒരു മിക്സഡ് ഈ ആൾക്കാരെയാണ് ജഡമെന്നും പുറമേയുള്ള മനുഷ്യനെന്നും പറയുന്നത്. ഇവനെ നന്നാക്കി എടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ ഇന്നത്തെ വിശുദ്ധിയുടെ പ്രസംഗങ്ങൾ മുഴുവൻ ഈ പുറം മനുഷ്യനെ നന്നാക്കാനുള്ള പരാക്രമങ്ങളാണ്. നന്നാവുന്നു വിചാരിച്ച് നോക്കി, വിചാരിച്ചാൽ നന്നാകാത്തതല്ലെന്നേ. നിങ്ങളൊന്ന് തീരുമാനമെടുത്തിട്ടേ ഇവിടുന്ന് പോകാവൂ. എന്തിന്? നടക്കില്ല. അവിടെ ഈ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആവണം. അവിടെ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. 16 വാക്യം വായിച്ച്, 16 നമ്മൾ വായിച്ചില്ല. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ. അപ്പൊ ഇവിടെ ഒരു തേർഡ് കമ്പണന്റ് ഉണ്ട്. വീണ്ടും ജനിക്കുമ്പോൾ ആത്മാവ്. ഇത്ര നേരം ജഡം സ്ട്രോങ്, മൈൻഡ് സ്ട്രോങ്, ബോഡി സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു. പതുക്കെ പതുക്കെ ഒരു അകത്തെ മനുഷ്യനുണ്ടാവുക. അത് ആത്മാവിനാൽ നിയന്ത്രിതമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ബോഡി പറയുന്നതും മൈൻഡ് പറയുന്നതുമല്ല, ആത്മാവ് പറയുന്നത് ശ്രദ്ധിക്കാൻ നമുക്കൊരു സാവധാനത ഉണ്ടാവും. ഈ സാവധാനത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്ത്രീകൾക്കുണ്ടായിരിക്കേണ്ട ഒരു അക്ഷയഭൂഷണമായ അലങ്കാരമായിട്ട് സാവധാനതയെക്കുറിച്ച് പറയുന്നുണ്ട് പത്രോസിൻ്റെ ലേഖനം. സാവധാനത എന്താണെന്ന് ഞാൻ പറയട്ടെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരുത്തർ എന്നോട് ചൂടാവുന്നു, തിരിച്ച് ചൂടാകാം, അല്ലെങ്കിൽ മൈൻഡിൽ റെസ്പോണ്ട് ചെയ്യാം. പക്ഷേ എനിക്കൊരു സാവധാനത കിട്ടുക, ഒരു ടൈം, ഒരു ഇത്തിരി ടൈം. അതിനിടയിൽ ഈ പ്രൊവോക്കേഷൻ ഇടയ്ക്ക് ഒരു ടൈം 10, 9, 8, 7, 6, 5, 4 അത്ര ചിന്തിക്കുമ്പോഴേക്കും ഞാൻ പറയും ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്നത്. അത് പറയാൻ നമുക്കൊരു സ്പേസ്. ആദ്യമൊക്കെ അങ്ങനെ കേട്ടോ. പിന്നെയാണ് ലൈഫ് നമ്മൾ അങ്ങ് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നത്. ആദ്യമൊക്കെ നമ്മൾ ആ കോൺഷ്യസ്ലി നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രമിച്ചിട്ടുണ്ടോ? ആദ്യം ഗിയറൊക്കെ മാറാൻ നേരത്ത് ഫസ്റ്റ് ഗിയർ നമുക്ക് നോക്കിയിട്ടൊക്കെ ഇടുന്നത് അല്ലേ? പിന്നെ നോക്കുന്ന സമയമാകുമ്പോഴേക്കും സ്പീഡ് കുറഞ്ഞ് പിന്നെ അടുത്ത് ഗിയർ ഇടേണ്ടി വരും. പിന്നെ മാറി 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 നമ്മളൊന്നും അറിയാതെ, വണ്ടി പോലും അറിയാതെ നമ്മൾ ഗിയർ ഇട്ടുകൊണ്ട് പോകും അല്ലേ? അങ്ങനെയല്ലേ അല്ലേ? അതുപോലെ ആദ്യം നമ്മൾ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ സ്ട്രഗിളാണ്. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാവധാനം, ഒരു ടൈം വേണം. ഭാര്യ ഇങ്ങനെ ചൂടായി നിൽക്കുമ്പം ഭർത്താവിനൊരു സാവധാനത, കർത്താവെ ഞാനല്ല ക്രിസ്തു അത്രയെന്ന് ആലോചിച്ചെടുക്കണ്ടേ? അതിനൊരു സാവധാനത വേണം, ഒരു ഇത്തിരി ടൈം. ഇത് കിട്ടുന്നത് ഭയങ്കര അലങ്കാരമാണെന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അത് ഭയങ്കര അലങ്കാരം എന്ന് പറയുന്നത്. അവർക്ക് സാവധാനത ഒരു ഇത്തിരി കുറവായിരിക്കും. പക്ഷെ ആ സമയത്ത് അത് പിടിച്ചെടുക്കാൻ പറ്റുന്നത് ദാറ്റ്സ് റിയലി എ ഗ്രേറ്റ് തിങ്. അവിടെ നമ്മൾ വേറൊരു ശബ്ദം കേൾക്കും, ആത്മാവിൻ്റെ ശബ്ദം. യേശു ആയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു. അപ്പോൾ എന്നെ അടിച്ചവനോട് എനിക്ക് വിഷമം തോന്നും. എൻ്റെ മോനെ, നീ എന്നാലും ഇപ്പോഴും പാപത്തിലാണല്ലോ. സാരമില്ല, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ കർത്താവിന് സ്നേഹിക്കാമെങ്കിൽ പിന്നെ നിന്നെയാണോ സ്നേഹിക്കാൻ പറ്റാത്തത്? അങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും അവനോട് തോന്നുന്ന ഫീലിംഗ് എൻ്റെ ഫീലിംഗ് അല്ല, അത് ആത്മാവിലൂടെ എനിക്ക് വരുന്ന ഒരു ഫീലിംഗാണ്. അത് അകപ്പയുടെ ഒരു ഭാഗമാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ അത് എവിടെ നിന്ന് വരണം? ഇതിങ്ങനെ തുടർച്ചയായിട്ട് ആത്മാവിൽ നിന്ന് കേട്ടോണ്ടിരുന്നാലേ നമ്മുടെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആവത്തുള്ളൂ. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താനുള്ള സകല ധനവും ആത്മാവിൽ നിന്ന് വരുള്ളൂ, ചുറ്റുമൊന്നും വരില്ല. അപ്പോൾ ആത്മാവും നമുക്ക് തരുന്ന ഒരു ജീവനുണ്ട്. ആ ജീവനോട് പതുക്കെ 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 ഈ മൈൻഡ് എഗ്രി ചെയ്യുന്നതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. മൈൻഡിൽ ഇത്ര നേരം ശരീരമായിട്ടാണ് കമ്പനി.
അപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ എന്ത് ചെയ്തു, ഈ ആത്മാവ് നല്ല നല്ല ചിന്തകൾ തരുന്നു. ഇടയ്ക്കിടയ്ക്ക് അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആനന്ദം ഉണ്ടാകുന്നു. നമ്മളെ പുതിയ ജീവൻ്റെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് പതുക്കെ മൈൻഡ് ഈ പാഷൻസിനെ വിട്ടിട്ട്, വികാരങ്ങളെ വിട്ടിട്ട്, കോപം ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ വിട്ടിട്ട് ആത്മാവ് പറയുന്നത് കേൾക്കാൻ തുടങ്ങും. ഇതിനാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പോൾ ശരീരം എന്താവും? ഒറ്റയ്ക്കായി പോകും, സാക്രിഫൈസ് ആവും. നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിക്കണമെങ്കിൽ മനസ്സ് എങ്ങോട്ട് തിരിയണം? ആത്മാവിൻ്റെ കൂടെ ചേരണം. അപ്പം മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? പൂർണ്ണമായും വിടുവിക്കപ്പെട്ട എൻ്റെ സോൾ ആത്മാവിൻ്റെ കൂടെ ഒന്നായി ചേർന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് പോവുക. ശരീരം പിന്നെ നന്നായിക്കോളൂ, ആ നന്നായി പിന്നെ വരും. അപ്പം എൻ്റെ ആത്മാവിൻ്റെ രക്ഷ, പ്രാണൻ്റെ രക്ഷ, ഇത് രണ്ടും പൂർത്തിയാകുന്ന മരണസമയത്താണ്. ഈ മരണം സംഭവിക്കല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സോ അവർ ഡെത്ത് ഈസ് ദ ക്ലൈമാക്സ് ഓഫ് അവർ സാങ്ക്ടിഫിക്കേഷൻ. ആ സമയത്തിൽ നമുക്ക് ജീവിക്കാൻ തന്നിരിക്കുന്ന ഈ സമയത്ത് മുഴുവൻ നമ്മൾ അകത്തെ മനുഷ്യനിൽ ജീവിക്കണം. ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നമ്മൾ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ആത്മാവിനാൽ ശക്തിപ്പെടുത്തപ്പെടുന്ന, ആത്മാവിൻ്റെ ചിന്തകളാൽ നിറയുന്ന ആന്തരിക ജീവനാണ്. അത് ക്രിസ്തുവിൻ്റെ ജീവനാണ്. യേശു ക്രിസ്തുവിൻ്റെ അതേ സ്വരൂപത്തിൽ ദൈവത്തിൻ്റെ കൈപ്പണിയായി പണിയപ്പെടുന്ന ഒരാന്തരിക ജീവനിലാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവിതം ജീവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ ലളിതമല്ലേ? ഇതിനെയല്ലേ തിയോളജി എല്ലാം കൂടെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചിരിക്കുന്നത്? ക്രിസ്തുവിൽ ജീവിക്കാൻ വളരെ ലളിതമായ വിശ്വാസമാണ്. സിമ്പിൾ ചൈൽഡിഷ് ഫെയ്ത്ത്. ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ. നാളെ എവിടെയെങ്കിലും നമ്മൾ സിംഗപ്പൂരിലോ ഏതെങ്കിലും ഒരു ദേശത്തെ എയർപോർട്ടിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ ഞാൻ ഈ ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ നിങ്ങളെ വിശ്വാസം, എന്ത് വിശ്വാസം? ഈ പ്ലെയിൻ താഴെ വീഴുകയല്ല എന്നുള്ള വിശ്വാസം? അതൊന്നുമല്ല. എന്താണ് വിശ്വാസം? ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കും. വിശ്വാസിയാണോ നിങ്ങൾ? വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കണം? ഞാനല്ല, ക്രിസ്തു അത്രേ. അത് ചുമ്മാ ബുദ്ധി പറഞ്ഞാൽ പോരാ, അത് ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം. ആത്മാവിൽ നിന്ന് അതിൻ്റെ റിസോഴ്സസും കൂടെ വരണം. എങ്കിലേ ക്രിസ്തുവിന് പകരം ഞാൻ ആവുള്ളൂ. ആ സ്നേഹത്തിൻ്റെ റിസോഴ്സ് എനിക്ക് ആത്മാവിൽ നിന്ന് വന്നില്ലെങ്കിൽ ഇത് ചുമ്മാ ജീവനില്ലാത്ത ഒരു ഫെയ്ത്തായിട്ട് മാറും. അപ്പോൾ ആത്മാവിൽ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന, ആത്മാവിൻ്റെ നിറവ് അനുഭവിക്കുന്ന ഒരു ലൈഫ് ഉണ്ടെങ്കിലേ ഈ കൺഫെഷൻ കൊണ്ട് കാര്യമുള്ളൂ. ദാറ്റ് മീൻസ് ദ ഫെയ്ത്ത് ഷുഡ് കം ഫ്രം ദ റീജനറേഷൻ വിത്ത് വിച്ച് ക്രൈസ്റ്റ് ഈസ് റീജനറേറ്റിംഗ് അസ്. അടുത്ത വാക്യം പറയുന്നത്, അവൻ തൻ്റെ മഹത്വത്തോടെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത്. അപ്പോൾ ചിലർ പറയാറുണ്ട്, ഈ നിങ്ങളുടെ വീട്ടിൽ കറുത്ത പട്ടി ഉണ്ടെങ്കിൽ വെളുത്ത പട്ടി ഉണ്ടെങ്കിൽ ഇത് ഏതാദ്യം വളരും? കേട്ടിട്ടുണ്ടോ ഇത്? നിങ്ങളുടെ വീട്ടിൽ ഒരു കറുത്ത പട്ടി ഒരു വെളുത്ത പട്ടി ഉണ്ട്, ഇത് ഏതാദ്യം വളരും? ഏതായിരിക്കും സ്പീഡിൽ വളരുന്നത്? വെളുത്ത പട്ടിയോ? അല്ലല്ല. കറുത്ത പട്ടിയോ? അല്ലല്ല. നിങ്ങൾ ഏതിനാണോ ഫുഡ് കൂടുതൽ കൊടുക്കുന്നത് അത് ആദ്യം വളരും. കറുത്ത വെളുത്തൊന്നും പ്രശ്നമില്ല. അതുപോലെ ഒരു പുറം മനുഷ്യനും ഒരു അകം മനുഷ്യനുണ്ട്. ഈ അകം മനുഷ്യനാണ് ഫുഡ് കൊടുക്കുന്നതെങ്കിൽ, പക്ഷേ അങ്ങനെ നമ്മൾ കരുതിയിട്ട് കാര്യമില്ല. ഇതൊരു ബാഡ് എക്സാമ്പിളാണ്. കാരണം ശരിക്കും നമ്മൾ പുറത്തെ ചത്തു എന്നാണ് വിശ്വസിക്കുന്നത്, അല്ലാതെ അതിന് ആഹാരം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു കിടക്കുമല്ല. ദാറ്റ്സ് ഡെഡ്. അത് ചത്തു. എന്താ വിശ്വസിക്കുന്നത്? ദാറ്റ്സ് ഡെഡ്. പക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇതിനകത്താണ്. യേശു നമുക്കൊരു ജീവൻ തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ ജീവിക്കുന്ന മുഴുവൻ നമ്മുടെ ജീവിതമാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടാൽ നമുക്ക് ക്രൈസ്റ്റ് സെൻറ്റേഡ് ലിവിങ്, ക്രിസ്തു സെൻറ്ററിൽ അവനാ തീരുമാനിക്കും. ഹീസ് ദ കിങ്. ഞാൻ രക്ഷിക്കപ്പെടുന്നത് തന്നെ അങ്ങനെയാണ് കേട്ടോ. ഈ കർത്താവിൻ്റെ രാജ്യത്വവും കർത്തൃത്വം പറഞ്ഞാൽ എന്നെ ഒരാൾ രക്ഷയിലോട്ട് നയിക്കുന്നത്. അത് 94 സംഭവിച്ചതാണ്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ കർത്തൃത്വം എന്നുള്ളൊരു ഭയങ്കര ഫീലിംഗ് ഉണ്ട്. കാരണം ജീസസ് ഈസ് മൈ ലോഡ് എന്നുള്ള ഫീലിംഗ്. അത് ഞാനൊരു ചായക്കട ചായ കുടിക്കാൻ പോകുന്ന വഴിക്കാണ് കോട്ടയം ബേക്കർ ജംഗ്ഷനിലൊരു ഷാലിമാർ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം വൈകിട്ട്, ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഈ ആര്യാസ് പോലുള്ള ഹോട്ടലിൽ ഞാൻ കയറാറുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചായക്കട ഞാൻ കയറുന്നത് ആ ഏരിയയിൽ. അതെന്താ അങ്ങനെ കയറിയെന്ന് അറിയാൻ മേല. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്തൊരാൾ വന്നിരുന്നു. ക്യാമ്പസ് കോസൈഡിൻ്റെ ഒരു സ്റ്റാഫായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ മേല, എന്തോ ഉദ്ദേശിച്ച്. അന്നേരം പുള്ളി ചോദിച്ചു, കർത്താവ് വന്നാൽ ഇപ്പോൾ സ്വർഗത്തിൽ പോകും? ഞാൻ പറഞ്ഞു, അതോ ഉറപ്പില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, കർത്താവ് വരുന്നു പോകുമെങ്കിൽ ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല. കാരണം എവിടെ നിന്ന് രക്ഷപ്പെട്ടു? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. പിന്നെ എവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടെന്നീ പറയുന്നത്? പുള്ളി ഉടനെ 2 പിക്ചർ വരച്ചു, 2 സർക്കിൾ. ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചിട്ട് അതിനെ നടുക്കിൽ ഒരു ചെയർ ഇട്ടു. ആ ചെയറിൽ എസ് എന്ന് എഴുതി വെച്ചു, സെൽഫ്. ക്രിസ്തുവിനെ അതിൻ്റെ വെളിയിൽ വെച്ചു, ഒരു ക്രോസ് വെളിയിൽ വരച്ചു. അടുത്ത് വേറൊരു സർക്കിൾ വരച്ചിട്ട് അതിന് നടുക്കൊരു ചെയർ ഇട്ട് അതിനകത്ത് ക്രിസ്തുവിനെ വരച്ചു, ക്രിസ്തുവിൻ്റെ ക്രോസ് വരച്ചു. എന്നിട്ട് എന്നെ അതിൻ്റെ കാൽക്കൽ ആ വട്ടത്തിനകത്ത് തന്നെ വരച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതിലേതാണ് നിങ്ങളുടെ ഹൃദയം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് 2 അല്ലെന്ന് പറഞ്ഞു. 3ാമത്തെ ഒരെണ്ണം വരച്ചു. ഞാൻ വട്ടം വരച്ചു, ചെയറിട്ടു, ചെയറിനകത്ത് എന്നെ ഇരുത്തി ആ വെളിയിൽ കിടന്ന ക്രിസ്തുവിനെടുത്ത് അകത്ത് വെച്ചു. കാരണം നമുക്ക് ക്രിസ്തു ഉണ്ട്, പക്ഷേ ഹൃദയത്തിന് വെളിയിലല്ല, അകത്തുണ്ട്. ഇല്ലേ? അകത്തില്ലേ? അകത്തുണ്ട്, പക്ഷെ എവിടെ ഇരിപ്പില്ല? സിംഹാസനത്തിൽ ഇരിപ്പില്ല. സിംഹാസനത്തിൽ ഇരിക്കുന്ന സെൽഫാ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഉള്ളതിൽ ഏറ്റവും വലിയ പാപി നീയാണ്.
രാജാവ് വീട്ടിൽ വന്നിട്ടും നീ ചെയർ കൊടുക്കാതെ ഇരിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണമെന്നും ഹി ബിക്കംസ് മൈ ലോഡെന്നും എനിക്ക് മനസ്സിലാകുന്നത്. അത് ഞാൻ അന്നാണ് രക്ഷാനുഭവത്തിലേക്ക് ഞാൻ വരുന്നത്. അന്ന് വൈകിട്ടാണ് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ആദ്യമായിട്ട്. ദാറ്റ് വാസ് എ ബിഗ് റിലീഫ്. ഞാൻ പിന്നെ അടുത്ത ആഴ്ച എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ എങ്ങനെയാണ്, ഇനി ഞാൻ അടുത്ത അവധിക്ക് വീട്ടിൽ വന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയെന്ന് വിചാരിച്ചാൽ മതി. കാരണം കർത്താവ് വിളിച്ചാൽ എനിക്ക് പെർമിഷൻ ചോദിക്കാൻ ചിലപ്പം ദൈവം അനുവദിച്ചില്ലെന്ന് വരും. കാരണം ആരാ തീരുമാനിക്കുന്നത്? ദർ ഇസ് എ ലോർഡ് ഹു ഡിസൈഡ്സ്. ഹീസ് മൈ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇറങ്ങിക്കോളാൻ പറഞ്ഞാൽ എനിക്കതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? പക്ഷെ അങ്ങനൊന്നും നടന്നില്ല. പക്ഷെ അതാണ് ദ ഐഡിയ ഓഫ് ലോർഡ്ഷിപ്പ് എന്ന് പറയുന്നത്. കർത്താവ് അപ്പോഴൊന്നും വിളിച്ചില്ല. ഇറ്റ് ടുക്ക് സം ടൈം ടു കോൾ മീ. ബട്ട് സ്റ്റിൽ വെൻ ജീസസ് ഈസ് ദ സെൻട്രൽ പോയിന്റ് ഓഫ് യുവർ ലൈഫ്, യു ആർ സർക്കിളിങ് അറൗണ്ട് ഹിം വിതിൻ ദാറ്റ് ഓർബിറ്റ്. അവനെ വിട്ടു പോകാതെ അവൻ എന്ത് പറയുന്നോ അതനുസരിക്കുന്ന ആ ഒരു ലോർഡ്ഷിപ്പാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ദ കർത്തൃത്വം, ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ് സാങ്ക്ടിഫൈസ് us. കാരണം ഹീ ഈസ് ദ സെൻട്രൽ പോയിന്റ് ഓഫ് അവർ ലൈഫ്സ്. മനസ്സിലാവുന്നുണ്ടോ? അതെങ്ങനെ സാധിക്കും? ദാറ്റ്സ് പോസിബിൾ ഓൺലി ബൈ ദ സ്പിരിറ്റ്. വൈൽ വി ബിലീവ് ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ. അപ്പോൾ നമുക്ക് ഒരു കാര്യം അത്യാവശ്യമാണ്. ഈ ആത്മാവിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻപുട്സ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം. എങ്കിലേ ഈ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആവുള്ളൂ. നമ്മൾ വായിച്ചെന്താ? ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത്. പക്ഷെ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് പൊതുവെ കൺഫ്യൂസ്ഡാണ്. കാരണം ഇതിനകത്ത് ആത്മാവിൻ്റെ ചിന്തയും വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പ്രാണൻ്റെ ചിന്തയും വരുന്നുണ്ട്. ചിലപ്പോൾ പ്രാണൻ്റെ ചിന്തയും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നും. നമ്മൾ ബൈബിളൊക്കെ വായിക്കുന്നതായതുകൊണ്ട് പലപ്പോഴും ഈ പ്രാണൻ്റെ ചിന്തയും ബൈബിളുമായിട്ട് യോജിച്ച് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ദൈവാത്മാ പറഞ്ഞാ ബ്രദറെ, എന്നോട് ചൈനയിലോട്ട് പോകാൻ ദൈവാത്മാ പറഞ്ഞിട്ടുണ്ട്. ദൈവാത്മാ പറഞ്ഞൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ തോന്നിയതായിരിക്കും. ആകാം, ഒരുപക്ഷെ ആയിരിക്കാം, അല്ലായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതിന് പല എക്സാമ്പിൾസ് പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. എൻ്റെ ഓർമ്മയിൽ വരുന്ന എക്സാമ്പിൾസ് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റിയ എക്സാമ്പിൾസ് അല്ല. എങ്കിലും ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ പ്രാണനിൽ നിന്ന് വരുന്നു ആത്മാവിൽ നിന്ന് വരുന്നു വേർതിരിക്കാൻ എന്ത് വേണമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ്, ദൈവത്തിൻ്റെ വചനം എന്ന വാൾ, ഇരുവായത്തിലുള്ള വാൾ അല്ലേ? എബ്രായർ 4:12 പറയുന്നത് എന്താ? ദൈവത്തിൻ്റെ വചനം ജീവനും ശക്തിയുമുള്ള ജീവൻ ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെ ആത്മാവിനെ സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. ഞാൻ ആദ്യം ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടെന്നറിയോ, നമ്മളെല്ലാം ചിന്തിച്ച് അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ. ദൈവത്തിൻ്റെ വചനം ബ്രദറെ ഇരുവായത്തിലുള്ള വാള, അത് പ്രസംഗിക്കുന്നവനെയും വെട്ടും കേൾക്കുന്നവനെയും വെട്ടും. ഇങ്ങനെയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളത്? ആണോ? അങ്ങനെയല്ല അതിനർത്ഥം. അവിടെ വെട്ടാൻ ഉപയോഗിക്കുന്ന 2 സാധനങ്ങളുണ്ട്. എന്താണ്? ഒന്ന് ഇരുവായത്തിലുള്ളൊരു വാള്, മറ്റൊന്ന് അതിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം. വെട്ടുകൊള്ളുന്ന 2 സാധനങ്ങളും ഉണ്ട്. ഒന്ന് സന്ധിമജ്ജകൾ, മറ്റൊന്ന് പ്രാണനും ആത്മാവും. ഈ മജ്ജ, നിങ്ങൾ ഈ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ എൻ്റെ മജ്ജ എങ്ങനെ കഴിക്കുന്നത്? മജ്ജ കഴിക്കാറുണ്ടോ? ഒരെല്ലാം ഇത്തിരി പൊട്ടിച്ചിട്ടൊരൊറ്റ വലിയല്ലേ? അങ്ങനെയല്ലേ? ഞാൻ ചിക്കൻ കഴിക്കുന്ന ആളല്ല, നിങ്ങളോട് ചോദിക്കുക, അങ്ങനെയല്ലേ വലിക്കുന്നത്? ഓക്കെ. ഇനി അത് വേവുന്നതിന് മുമ്പാണെങ്കിലോ? അങ്ങനെ വലിച്ചാൽ കിട്ടുമോ? മജ്ജ കിട്ടുമോ? കിട്ടില്ല. എങ്ങനെ എടുക്കാൻ പറ്റും മജ്ജ? വേവുന്നതിന് മുമ്പ് ആ ബോണിൽ നിന്ന് മജ്ജ വേർതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിച്ചു കുടിക്കാം അല്ലേ? വേവുന്നതിന് മുമ്പാണെങ്കിലോ ബ്ലേഡ് വെച്ച് മുറിച്ചാൽ കറക്റ്റായിട്ട് കിട്ടുമോ? വൈറ്റും റെഡും വേർതിരിച്ചെടുക്കാൻ പറ്റുമോ കൃത്യമായിട്ട്? കുറച്ച് വൈറ്റ് അപ്പുറത്തും കുറച്ച് റെഡ് ഇപ്പുറത്തും ഒക്കെ ആയിട്ട് വരത്തില്ലേ? കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എത്രമാത്രം മൂർച്ചയുള്ളൊരു വാളുണ്ടെങ്കിലാ ഇതിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നേ? ഭയങ്കര പാടല്ലേ? അപ്പോൾ പ്രാണൻ്റെ ആത്മാവിൻ്റെ ചിന്തകൾ അതുപോലെ കൂടിക്കുഴഞ്ഞ കിടക്കുന്നത്. ഇത് പ്രാണൻ്റെ ഏത് ആത്മാവിൻ്റെ ഏതെന്ന് വിവേചിക്കണമെങ്കിൽ ഈ ഇരുവായത്തിലുള്ള വാളിനേക്കാളും മൂർച്ചയേറിയ ഒരു വാൾ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു ചെന്നിട്ട് ഏതാണ് പ്രാണൻ്റെ ഏതാണ് ആത്മാവിൻ്റെ എന്ന് വേർതിരിച്ച് നമ്മളെ കാണിച്ചു തരണം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ആത്മാവിനാൽ വരുന്ന ചിന്തകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ഇത്തിരി പ്രായം തികഞ്ഞവർക്കേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. വെൻ വി ആർ ഇമ്മച്യൂർ വി മേക്ക് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. പക്ഷെ പ്രായം ആവുന്തോറും നമുക്കത് ആത്മാവിൻ്റെ ശബ്ദം വേർതിരിച്ചറിയാനുള്ള ആ വചനത്തിൻ്റെ പരിജ്ഞാനം ഉണ്ടാവും.
ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാം. നമുക്ക് ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലിവിങ്ങിൻ്റെ ഒരു പാറ്റേൺ മാത്രമാണ് ഇന്ന് നിങ്ങൾക്ക് തന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. വി ഹാവ് വൺ മോർ സെഷൻ ടുമോറോ. ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ ജീവിക്കുന്ന കാലഘട്ടം ഞങ്ങൾക്ക് ഭയങ്കരമായി ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായ കാലം ഉണ്ടായിരുന്നു. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരുവാണെങ്കിൽ ഒരു പായ വിരിച്ച് നിരത്തോട്ട് ഇരിക്കാൻ പറയാൻ പറ്റുമല്ല, അതൊരു ചെയർ കൊടുക്കാനില്ലാത്ത കാലം. ദാറ്റ് വാസ് എ ലൈഫ് വി അക്സെപ്റ്റഡ്. കാരണം അങ്ങനെ ഒരു ലൈഫിലേക്ക് ഞങ്ങൾ മനഃപൂർവ്വമായി ഞങ്ങൾ തിരഞ്ഞെടുത്തൊരു ജീവിതമാണ്. ലെറ്റ്സ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എനി ഹ്യൂമൻ ബീങ്സ് ഓർ മൈ പേരൻസ്. സോ വി വിൽ ലീവ് ആസ് ഗോഡ് ലീഡ്സ് അസ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് ഞാനൊരു സ്വപ്നം കാണുക. ഞാനൊരു പാറ പുറത്തൂടെ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് കയറിക്കൊണ്ടിരിക്കുക. ഒത്തിരി മുള്ളുകളുണ്ട്, ഇതിനിടയിലൂടെയാണ് പോകുന്നത്. അപ്പം മുള്ള് സ്വപ്നമായതുകൊണ്ട് മുറിയുന്നില്ല, പക്ഷേ ഉണ്ട്. അപ്പം ഞാൻ ഈ മുള്ളിനിടയിലൂടെ താഴോട്ട് നോക്കുമ്പം നല്ലൊരു റോഡ് ഇതിൻ്റെ കൂടെ പാരലായിട്ട് താഴെ പോകുന്നുണ്ട്. അപ്പം ഞാൻ സ്വപ്നത്തിൽ പറയുക, കർത്താവേ, ഞങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നീ ഞങ്ങൾക്കൊരു വഴി തുറന്നതിനായിട്ട് സ്തോത്രം. എങ്ങനെയുണ്ട്? നല്ലതാണോ സ്വപ്നം? എങ്ങനെയുണ്ട്? ദർശനമാണോ സ്വപ്നമാണോ? ദർശനം പോലെ തോന്നുന്നുണ്ടല്ലേ. കാരണം സ്തോത്രം ചെയ്തുകൊണ്ടല്ലേ എഴുന്നേക്കുന്നേ. അത് ഇത്ര 10 വർഷമായിട്ടും 12 വർഷം കഴിഞ്ഞാൽ സ്വപ്നം, 12 20 വർഷമാകുമ്പോൾ സ്വപ്നം കണ്ടിട്ട്. അല്ല, 17 വർഷം എന്തിനാട്ടെ. പക്ഷെ ഇപ്പോഴും എനിക്കത് വിവിഡായിട്ട് എൻ്റെ മുമ്പിൽ ആ സ്വപ്നം ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അത് ദർശനമാണോ സ്വപ്നമാണോ? ഇതൊക്കെയാണ് നമ്മൾ ദർശനമാണോ സ്വപ്നമാണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ്. മറന്നുപോയ സ്വപ്നം അതുപോലെ ഓർത്തിരിപ്പുണ്ടേ ദർശനം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മണ്ടത്തരം. അത് വെറും സ്വപ്നമായിരുന്നു. കാരണം അതെങ്ങനെ മനസ്സിലായെന്നറിയോ? കണ്ണ് തുറക്കലും. ഞാൻ സ്വപ്നത്തിൽ എന്താ പറഞ്ഞേ? ദൈവമേ, നീ ഞങ്ങൾക്ക് ഒരു നല്ല വഴി തുറന്നതിനായിട്ട് സ്തോത്രം, ഞങ്ങളുടെ കഷ്ടതകളെ മാറ്റിയതിനായിട്ട് സ്തോത്രം. കണ്ണ് തുറന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരു വാള് നേരെ ഹൃദയത്തിനകത്തോട്ട് കയറി രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു തന്നു. വചനം പറഞ്ഞു, നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിലേ കിടക്കുന്നവർ അനേകരുമാവുന്നു. അപ്പോൾ എന്താ സ്വപ്നം? ദർശനമല്ലത്. എനിക്കൊരു പ്രലോഭനം വരുന്നുണ്ട്. ഈ ഇഴച്ചിൽ നിർത്തി നല്ല റോട്ടിൽ കൂടി ഓടാനുള്ള ഒരു പ്രലോഭനം എനിക്ക് വരുമെന്നാണ് എനിക്ക് ദൈവത്തിൻ്റെ വചനം തരുന്ന മുന്നറിയിപ്പ്. അല്ലേ? ശരിയാണോ? ഇപ്പോൾ പ്രാണനിൽ നിന്ന് വന്ന എന്തോ? നല്ല വഴി തുറന്നു. ആത്മാവിൽ നിന്ന് വന്ന എന്തോ? നാശത്തിൻ്റെ വഴിയാണ് വിശാലമായ വഴി. എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? 3 ആഴ്ച കഴിഞ്ഞപ്പം അമേരിക്കയിൽ നിന്ന് ഒരു ടീം ഞങ്ങളെ കാണാൻ വരുവാണ് ഓങ്കോളിലേക്ക്. അവരൊരു ഹോട്ടലിൽ മുറിയോട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചെയ്സേ, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഓങ്കോളിൽ നിങ്ങൾ എന്ത് വർക്ക് ചെയ്യണമെങ്കിലും ഇതാ, എത്ര പൈസ വേണം എഴുതിയെടുത്തോ, ഇതാ ചെക്ക് ബുക്ക്, കണക്ക് മാത്രം കൃത്യം ഞങ്ങൾക്ക് തന്നാൽ മതി. കർത്താവ് എന്താ പറഞ്ഞേക്കുന്നത്? നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിലെ കിടക്കുന്നവർ. ഞാൻ പറഞ്ഞു, ഐ എം സോറി, എനിക്കിത് വാങ്ങിക്കാൻ മാൻഡേറ്റ് ഇല്ല, പെർമിഷൻ ഇല്ല. ഒരു സാറ് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കഷ്ടത കണ്ട് ഇവരെ വിളിച്ചുകൊണ്ടോ ഞങ്ങളെ സഹായിക്കാൻ. ആ സാറ് 10 വർഷം പിന്നെ എന്നോട് മിണ്ടിയില്ല. കാരണം അവർ അപമാനിച്ച് വിട്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ പുള്ളി അവരുടെ കാല് പിടിച്ച് അവരെ കൊണ്ടുവന്ന. അപ്പം ഇവിടെ വരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞേക്കുന്നത് നോ. അവർ പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അന്ന് ഞാനത് സ്വീകരിച്ചിരുന്നെങ്കിൽ, ആന്ധ്രാപ്രദേശിൽ വെച്ച് സ്വീകരിച്ചിരുന്നെങ്കിൽ, അന്ന് ഞങ്ങൾക്ക് HIV ഉള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾ എടുത്ത് വളർത്തുന്നുണ്ട്. ഞാൻ ആ കഥ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ അബ്സല്യൂട്ട് നത്തിങ്നെസ് മനസ്സിലാക്കിയത് ആ കൊച്ചിലൂടെയാണ്. HIV ഉള്ള കൊച്ചിലൂടെ. എന്നെക്കൊണ്ട് സ്നേഹിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയത്, കർത്താവില്ലാതെ ഒരു നന്മ എന്നിൽ വസിക്കില്ലെന്ന് മനസ്സിലാക്കിയത് ആ കുട്ടിയിലൂടെയാണ്. അപ്പം ഇവർക്കിതെല്ലാം അറിയാം, ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. അപ്പോൾ അവർക്കറിയാം ഇവിടെ HIV-കാരുടെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊരു പദ്ധതിയുണ്ട് മനസ്സിൽ. ഒരു HIV കെയർ സെൻറ്റർ തുടങ്ങണം, പിള്ളേർ ചിൽഡ്രൻസ് ഹോം തുടങ്ങണം, ഇങ്ങനെ പല പദ്ധതികൾ അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇവരിതെല്ലാം കരുതിക്കൊണ്ടാണ് പറയുന്നത്, എന്ത് വേണേലും നടത്തിക്കോ ഞങ്ങൾ. അന്ന് ഞാനത് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആന്ധ്രയിൽ ഓങ്കോളിൽ ഞങ്ങളൊരു ചിൽഡ്രൻസ് കെയർ തുടങ്ങിയേനെ, ഒരു HIV കെയർ സെൻറ്റർ തുടങ്ങിയേനെ, സ്കൂൾ തുടങ്ങിയേനെ, ഹോസ്റ്റൽ തുടങ്ങിയേനെ. ഇന്ന് ഞായറാഴ്ച വൈകിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ആരൊക്കെ വീട്ടിൽ പോയിട്ട് വന്നു, നാളെ ആരൊക്കെ വരും, സായിപ്പിൻ്റെ പൈസയുടെ കണക്ക് ശരിയായോ, ഈ മാസത്തേക്ക് ഇനി ബാലൻസ് വല്ലതും ഉണ്ടോ, 5-ാം തീയതി വരെ ഓടുവോ, കണക്ക് കൊടുത്തോ, ഇത് നോക്കി കാര്യങ്ങളെല്ലാം നോക്കി ഒരു മാനേജറായിട്ട് അവിടെ ഇരുന്നേനെ. മരിക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞേനെ, ഒരു തെണ്ടിയായിട്ട് ഞാൻ ഓങ്കോളി വന്നു, ഇപ്പോൾ എനിക്ക് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, ഇത്രയും മിനിസ്ട്രിയിൽ എന്നെ നടത്തി എന്നൊക്കെ ഞാൻ പറഞ്ഞേനെ. അവിടുത്തെ ഗവൺമെൻറ് ചിലപ്പം മാലയിട്ട് സ്വീകരിച്ചേനെ, അവിടെ HIV-കാരുടെ ശുശ്രൂഷിച്ച് ചിലപ്പോൾ ഒരു നോബൽ സമ്മാനം വരെ
കിട്ടിയേനെ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എല്ലാം ദൈവം നടത്തിയതാണ്. പക്ഷെ പ്രാണനിലായിരുന്നേനെ മൊത്തം. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് മനസ്സിലായി, അന്ന് അങ്ങനെ പോയിരുന്നെങ്കിൽ എന്നെ എന്തിനാ കർത്താവ് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. ഒരു നയാ പൈസ ഇല്ലെങ്കിലും കർത്താവ് ഉണ്ടെങ്കിൽ ജീവിക്കാം. അവൻ്റെ പരിജ്ഞാനം എന്താണെന്ന് പറയാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഈ ചേസ് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാവുകയില്ലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ വചനം അത് വേർപെടുത്തി കാണിക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടുക ചെയ്യുന്നത്. സോ ഹൗ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് റെവലേഷൻ ഈസ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. എനിക്കൊന്ന് പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം അശരീരി പോലെ 2-3 പ്രാവശ്യമാണ് എനിക്ക് 2 പ്രാവശ്യം ഞാൻ സാധാരണ പറയാറുണ്ടായിരുന്നുള്ളത്. ഇതും ഒരു അശരീരി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഏതാണ്ട് അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലേക്ക് വന്ന വാക്യമാണ്, നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിലേ കിടക്കുന്നവർ. അന്ന് ഞാനത് കേട്ടില്ലെങ്കിൽ there wouldn't be a chase standing here and telling you about how to live a Christ-centered life. I'll be preaching about how to manage your money, manage your ministry. അതായിരിക്കും പ്രസംഗ വിഷയം. മനസ്സിലാകുന്നുണ്ടോ? ഹൗ ബൈ ഫെയ്ത്ത് യു ക്യാൻ ഏൺ മണി, മിനിസ്ട്രി, ബിസിനസ്. അതിനോടെല്ലാം മരിക്കാൻ ദൈവം എന്നെ സഹായിച്ചത് ഈ തക്ക സമയത്ത്. എനിക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടും അവൻ അശരീരിയിലൂടെയൊക്കെ ഇടപെട്ടും വലിച്ചു മാറ്റിയും അവൻ്റെ ഉദ്ദേശത്തെ പൂർത്തിയാക്കാൻ കഴിവുള്ളവൻ നടത്തി എന്ന് മാത്രമേ പറയാനുള്ളൂ. സോ ഐ എം താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ സേവിങ് മീ ഫ്രം ദോസ് വിഷ്ഫുൾ തോട്ട്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലിവിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യു ഷുഡ് ബി ഏബിൾ ടു ലിസൺ, ഹാവ് എ ലിസണിങ് ഇയർ. 50:4 യെശയ്യാവ് പറയുന്നത്, ശിഷ്യന്മാരുടെ ചെവി നീ എനിക്ക് തരണമേ, സോ ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ സ്പിരിറ്റ് ഈസ് ടെല്ലിങ് മീ. ആത്മാവ് എന്നോട് എന്താ പറയുന്നത്, എന്താ കാണിച്ചു തരുന്നതെന്ന് വിവേചിക്കാനുള്ള ആ ചെവി നീ എനിക്ക് നൽകണമേ. ദാറ്റ്സ് വെരി ക്രൂഷ്യൽ ടു അവർ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലിവിങ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ബലത്താലല്ല, ഞങ്ങളുടെ തീരുമാനങ്ങളാലല്ല, യേശുവിൻ്റെ അധ്വാനത്താൽ അവൻ്റെ വിശുദ്ധീകരണം ഞങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുവാൻ തക്കവണ്ണം ഇത്ര വിലയേറിയ വിശ്വാസത്തെ ഞങ്ങളുടെ ഉള്ളിൽ എഴുതുവാൻ ഞങ്ങളുടെ അങ്ങേക്ക് കരുണ തോന്നിയതിനായിട്ട് സ്തോത്രം. അതിനുവേണ്ടി കർത്താവ് എടുത്ത പുത്രൻ അനുഭവിച്ച വേദനകളെ ഞങ്ങൾ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾക്കത് ഒരിക്കലും ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും മറക്കാൻ പറ്റില്ല. കർത്താവെ, അങ്ങാണ് ഞങ്ങളുടെ എല്ലാമായി തീർന്നത്. ഞങ്ങൾക്ക് നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും അതിൻ്റെ സകല ധനവും തരുവാൻ, ക്രിസ്തുവിന് പകരക്കാരായി ഇവിടെ നടക്കുവാൻ, യേശുവിന് പകരമായി മാറുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ നടത്തിയ വഴികൾക്കായി സ്തോത്രം. ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി അങ്ങയുടെ മുമ്പിൽ നിർത്തുവാൻ ഞങ്ങളോട് കാണിച്ച വലിയ കരുണയ്ക്കായി സ്തോത്രം. നന്ദി പറയുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവായ യേശു